ഈവനിങ് ടു ആൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 3 ആണ്, വേർഡ് പ്രോസസ്സിങ്. അപ്പോൾ ദിസ് ഇസ് ദി തേർഡ് ബ്ലോക്ക് ഓഫ് ദി കോഴ്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. ഈ ഒരു ബ്ലോക്കിൽ വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കബിലിറ്റി ഓഫ് ഇൻ ബിസിനസ് ഓപ്പറേഷൻസ്, പിന്നെ അഡ്വാൻസ്ഡ് ടൂൾസ് യൂസ്ഡ് ഫോർ ഇറ്റ്, ആൻഡ് ഓൾസോ ഹൗ ടു ക്രിയേറ്റ് ഡോക്യുമെൻറ്റ് യൂസിങ് വേർഡ് പ്രോസസ്സിങ്. ഇത്തരത്തിലുള്ള വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ തീമിനെ കുറിച്ചാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത്. ഈ ഒരു ബ്ലോക്കിൽ 4 യൂണിറ്റുകളാണുള്ളത്. യൂണിറ്റ് 9, യൂണിറ്റ് 10, യൂണിറ്റ് 11 ആൻഡ് യൂണിറ്റ് 12. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ് 9 ആണ് അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 9 വരുന്നത് ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ് ആണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, ഇൻട്രൊഡക്ഷൻസ്, അതുപോലെ വേർഡ് പ്രോസസ്സിംഗ് എന്താ, അതുപോലെ ഇതിൻ്റെ കുറച്ച് വിൻഡോസിൻ്റെ MS വേർഡിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് വരുന്നത്. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്, നമ്മൾ ഏതൊരു വർക്കിംഗ് എൻവിറോൺമെൻ്റ് ആയാലും നമ്മൾ എന്താ പറയുക, ആ ഒരു വർക്കിംഗ് എൻവിറോൺമെൻറ്റിൽ സാധാരണയാണ് എന്തൊക്കെയാണ് നോട്ട്സ് റെഡിയാക്കുക, ലെറ്റേഴ്സ് റെഡിയാക്കുക, ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കുക എന്നുള്ളത് ഏതൊരു വർക്കിംഗ് എൻവിറോൺമെൻ്റ് ആയാലും നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് പ്ലേസിൽ ജനറലി നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ് നമ്മളോട് എന്ത് പറയും, ഒരു ഔട്ട്ലൈൻ തന്നിട്ട് ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലെറ്ററോ ഡോക്യുമെൻറ്റോ റെഡി ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു അതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഔട്ട്ലൈൻ നോക്കിയിട്ട് നമ്മൾ അതിനൊരു ഡോക്യുമെൻ്റ് ആക്കിയിട്ട് മാറ്റും. നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂട്ടീവിന് തന്നെ കൊടുക്കും. അപ്പോൾ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും, അതൊന്ന് എന്താ പറയുക, ചെക്കൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മളെ സജസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ വീണ്ടും അതെന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് എക്സിക്യൂട്ടീവിന് തന്നെ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു സിനോരിയോ എന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഐഡിയ, അതായത് വർക്ക് പ്ലേസിലുള്ള വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഐഡിയ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിനേരിയോ ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേർഡ് പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്പർ ഓഫ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ ലൈസൻസ് ഉള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതായത് MS വേർഡ് പോലുള്ള, അതായത് ലൈസൻസ് ഉള്ളതാണ് MS വേർഡ്. നമ്മുടെ വിൻഡോസിൽ യൂസ് ചെയ്യുന്ന വേർഡ് പ്രോസസ്സിംഗ് ആണ് MS വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് MS വേർഡ്. അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ഉണ്ട്. വെബ് ബേസ്ഡ് വേർഡ് പ്രോസസ്സിങ്ങിന് എക്സാമ്പിളാണ് നമ്മുടെ ഗൂഗിൾ ഡോക്ക് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത് നമ്മുടെ MS വേർഡിനാണ്. MS വേർഡാണ് പോപ്പുലർ വേർഡ് പ്രോസസ്സിംഗ് എന്നറിയപ്പെടുന്നത്. വിൻഡോസ് പ്ലാറ്റ്ഫോമിൻ്റെ സോഫ്റ്റ്വെയർ ആണ് MS വേർഡ് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ MS വേർഡിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയുന്നത്. ഓക്കെ, MS വേർഡ് ഇസ് വൺ ഓഫ് ദി സോഫ്റ്റ്വെയർ ഇൻക്ലൂഡഡ് ദി MS ഓഫീസ് സ്യൂട്ട് യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസ്സിംഗ്. വേർഡ് പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്ന MS ഓഫീസ് സ്യൂട്ടിൽ പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് MS വേർഡ് എന്ന് പറയുന്നത്. ഈ MS ഓഫീസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബണ്ടിലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പിക്കൽ ഓഫീസ് എൻവിറോൺമെൻറ്റിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇതിലുണ്ട്. MS ഓഫീസ് ഇൻക്ലൂഡ്സ് MS പവർ പോയിൻറ്റ്, MS എക്സൽ, MS ആക്സസ്. ഇതൊക്കെ MS വേർഡിനെ കൂടാതെ ഇത്രയും കാര്യങ്ങൾ ആ ഒരു MS ഓഫീസ് സ്യൂട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വേർഡ് പ്രോസസ്സിംഗ് ആണ്. വേർഡ് പ്രോസസ്സിംഗ് ഈസ് എൻ ഐഡിയ വിച്ച് ടോക്ക് അബൌട്ട് ക്രിയേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് എ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ, അല്ലെങ്കിൽ ഒരു ഐഡിയ ഡോക്യുമെൻറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയാനാണ് നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയാം. നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു സോഫ്റ്റ്വെയർ വേണം. അത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു പ്ലാറ്റ്ഫോം വേണം, അല്ലേ? അപ്പോൾ അത്തരം സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ദി വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഹെൽപ്സ് us ടു ക്രിയേറ്റിംഗ് എ ഡോക്യുമെൻറ്റ് യൂസിങ് കമ്പ്യൂട്ടർ വിത്ത് ലോഡ്സ് ഓഫ് ടൂൾസ് ആൻഡ് ഫംഗ്ഷനാലിറ്റീസ്. നമുക്ക് ഒരുപാട് ടൂൾസും ഫംഗ്ഷനാലിറ്റീസും വെച്ചിട്ട് കമ്പ്യൂട്ടർ വെച്ചിട്ട് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെ നമ്മൾ പറയുന്ന പേര് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.
അതിൻ്റെ സബ് ടോപ്പിക്കായിട്ട് വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് വെബ് പ്രോസസ്സിംഗ്. എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് വെബ് പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്കുള്ള ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് വേർഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ അല്ലാതെ സാധാ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് റൈറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളൊരു ഡോക്യുമെൻറ്റ് റെഡിയാക്കി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും എന്തെങ്കിലും എറർ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മളത് വെട്ടി തിരുത്തി ചേഞ്ച് ചെയ്ത് അതൊരു ക്ലിയർ ഫോമാറ്റിൽ നമുക്ക് വീണ്ടും കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും അതേപോലെ ടൈപ്പ് ചെയ്ത് ചേഞ്ചസ് വരുത്തി ആ ഒരു ഡോക്യുമെൻറ്റിനെ പോലെ ടൈപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ യൂസേഴ്സിന് അത് മോഡിഫൈ ചെയ്യാൻ, ഡോക്യുമെൻറ്റ് മോഡിഫൈ ചെയ്യാൻ, റീടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്കത് റീടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് അത് മോഡിഫൈ ചെയ്യാം. അതുപോലെ അതിൻ്റെ കണ്ടൻറ്റ് മോഡിഫിക്കേഷൻ ആൻഡ് ഫോർമാറ്റിംഗ് ഇതൊക്കെ തരുന്നത് ആണ് ഇതിൻ്റെ ഇതൊക്കെ കാരണം നമുക്കൊരു ഗ്രേറ്റ് ഫ്ലെക്സിബിലിറ്റിയാണ് ഇത് തരുന്നത്. അടുത്തത് ആട്രിബ്യൂട്ട്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്. വേർഡ് പ്രോസസ്സിംഗ് MS വേർഡ് പോലുള്ള വേർഡ് പ്രോസസ്സിങ്സ് യൂസ് ചെയ്തിട്ട് അതിൽ നമുക്ക് നമ്പർ ഓഫ് ടൂൾസ് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ഫങ്ഷനാലിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഡോക്യുമെൻറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ഈ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ഒരുപാട് യൂസേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കണ്ടൻറ്റ് മോഡിഫിക്കേഷൻ വിത്തൗട്ട് റീടൈപ്പിംഗ് ദി ഹോൾ ഡോക്യുമെൻറ്റിന് തന്നെ നമ്മൾ കണ്ടൻറ്റ് മോഡിഫൈ ചെയ്യാതെ നമുക്ക് റീടൈപ്പ് ചെയ്യാതെ നമുക്ക് കണ്ടൻറ്റ് മോഡിഫൈ ചെയ്യാം. ഓക്കെ. സെക്കൻഡ് വൺ, ദി പാരഗ്രാഫ്സ്, സെൻറ്റൻസസ് ഓർ വേർഡ്സ് ഇൻസേർഷൻ, മോഡിഫിക്കേഷൻ ഓർ ഡിലീഷൻ. നമുക്ക് പാരഗ്രാഫ്സ്, സെൻറ്റൻസസ് അല്ലെങ്കിൽ വേർഡുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, ഉള്ളത് ഡിലീറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഈസി റീപ്രൊഡക്ഷൻ ഓഫ് കണ്ടൻറ്റ് ബൈ കോപ്പിയിങ് ദി ടെക്സ്റ്റ്. നമുക്ക് ഒരേ ടെക്സ്റ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ കണ്ടൻറ്റിനെ മാത്രം കോപ്പി ചെയ്തിട്ട് നമുക്ക് മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി റീപ്രൊഡക്ഷൻ. ഇറ്റ് ക്യാൻ ഓൾസോ ബി മൂവ് ത്രൂ ഔട്ട് ദി ഡോക്യുമെൻറ്റ്. നമുക്ക് എവിടെ വേണമെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ദി പേജ് മാർജിൻ ക്യാൻ ബി സെറ്റ് ഫോർ ദി പേജ് ആസ് പെർ ദി നീഡ്. നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പേജ് മാർജിൻസ് സെറ്റ് ചെയ്യാം. അതുപോലെ സെൽഫ് ചെക്ക് ഫീച്ചേഴ്സ് ക്യാൻ യൂസ്ഡ് ടു ചെക്ക് സ്പെല്ലിങ്ങുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചർ ഉണ്ട്. ഡോക്യുമെൻറ്റ് മേ ബി മേർജ്ഡ്. നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് തമ്മിൽ മേർജ് ചെയ്യണമെങ്കിൽ മേർജ് ചെയ്യാം. ദി മെയിൻ മേർജ് ഫെസിലിറ്റി ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എ ലെറ്റർ വിത്ത് എ ഡിഫറെൻറ്റ് അഡ്രസ്. മെയിൻ മേർജ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ലെറ്റർ ഒരുപാട് ആൾക്കാർക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് മെയിൽ മേർജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമ്മുടെ വേർഡ് പ്രോസസ്സിങ് MS വേർഡിൽ വരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്ന സബ് ടോപ്പിക് എന്ന് പറയുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ് പാക്കേജസ് ആണ്. ത്രൂ എ number of add several software of such kinds is available. Following are some of the popular software. അപ്പോൾ വേർഡ് സ്റ്റാർ ആണ് ഫസ്റ്റ് പറയുന്നത്. വേർഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാമാണ് വേർഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് കുറഞ്ഞ ചിലവിൽ, അതായത് അന്നത്തെ എല്ലാ വേർഡ് പ്രോസസ്സേഴ്സിനേക്കാളും കുറഞ്ഞ ചിലവിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ യൂസേഴ്സിന് എല്ലാ ഫുൾ വേർഡ് പ്രോസസ്സിങ് കാപ്പബിലിറ്റീസോട് കൂടിയിട്ട് കാപ്പബിലിറ്റീസൊക്കെ തരുന്ന ഒരു ഫസ്റ്റ് പ്രോഗ്രാമായിട്ടാണ് വേർഡ് സ്റ്റാറിനെ കാണുന്നത്. മെനി വേർഡ് സ്റ്റാർ കീബോർഡ് കമാൻഡ്സ് ബിക്കം ഡിഫാക്റ്റോ സ്റ്റാൻഡേർഡ് ഫോർ ടെക്സ്റ്റ് മാനിപ്പുലേഷന് വേണ്ടിയിട്ട് വേർഡ് സ്റ്റാറിൻ്റെ കീബോർഡ് കമാൻഡ്സൊക്കെ ഡിഫാക്റ്റോ സ്റ്റാൻഡേർഡിലേക്ക് മാറി. അതിനുശേഷം വേർഡ് സ്റ്റാർ വാസ് ലേറ്റർ അക്വയർഡ് ബൈ ദി ലേണിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഏറ്റെടുത്തു. അതിനുശേഷം വിൻഡോസ് വേർഷൻ വാസ് ഓൾസോ ക്രിയേറ്റഡ്. അതിൻ്റെ ഒരു വിൻഡോസ് വേർഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഡിസ്ബാൻഡ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് വേർഡാണ്. MS വേർഡ് ഈസ് യൂസ്ഡ് മോസ്റ്റ് വൈഡ്ലി വിച്ച് പ്രൊവൈഡ്സ് അഡ്വാൻസ്ഡ് വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് വരുന്നത് വേർഡ് പെർഫെക്റ്റ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് സിസ്റ്റം ദാറ്റ് വാസ് ഒറിജിനലി പ്രൊഡ്യൂസ്ഡ് ബൈ സാറ്റലൈറ്റ് സോഫ്റ്റ്വെയർ ഇൻ്റർനാഷണൽ INC. സാറ്റലൈറ്റ് സോഫ്റ്റ്വെയർ ഇൻ്റർനാഷണൽ INC പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് പ്രോസസ്സിംഗ് സിസ്റ്റമാണ് വേർഡ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബട്ട് ഈസ് നൗ ഓൺഡ് ബൈ കോറലാണ് ഇന്നത്തെ ഇതിൻ്റെ
ഉടമസ്ഥൻ. ഇറ്റ് വാസ് ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ്സ് അവൈലബിലിറ്റി ഓൺ ലാർജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലാർജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയതുകൊണ്ട് ഇതാണ് എന്താണ് ഇറ്റ് വാസ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. ദി പ്രോഗ്രാം റീച്ച്ഡ് അറ്റ് ദി ഹൈറ്റ് ഓഫ് ഇറ്റ്സ് പോപ്പുലാരിറ്റി ആൻഡ് ദി മിഡ് ടു ലേറ്റ് 1980s. ഇത് 1980ൻ്റെ പകുതി മുതൽ എന്താണ് ഭയങ്കര പോപ്പുലാരിറ്റി ഭയങ്കര ഹൈറ്റിൽ നിന്നിട്ടുള്ള ആളാണ് റീച്ചായിട്ട്. പക്ഷേ മൈക്രോസോഫ്റ്റിൻ്റെ വരവോട് കൂടി എന്തായി അതിൻ്റെ പോപ്പുലാരിറ്റിയൊക്കെ നിന്നു. മൈക്രോസോഫ്റ്റാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Then Google Doc, in today's time the word processing is done online as well as offline. ഓഫ്ലൈനേക്കാളും നമ്മൾ ഓൺലൈനിലാണ് വേർഡ് പ്രോസസ്സിങ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഗൂഗിൾ ഡോക്സ് ഇസ് എ വേർഡ് പ്രോസസ്സർ ഇൻക്ലൂഡിങ് എ പാർട്ട് ഓഫ് എ ഫ്രീ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഓഫീസ് സ്യൂട്ട് ഓഫേർഡ് ബൈ ഗൂഗിൾ വിത്തിൻ ഇസ് ഗൂഗിൾ ഡ്രൈവ് സർവീസ്. അതായത് ഗൂഗിൾ ഡ്രൈവ് സർവീസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഓഫീസ് സ്യൂട്ടാണ് ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്നത്. ഇത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓൺലൈനായിട്ട് വേർഡ് പ്രോസസ്സിങ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടെയാണ് ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്രിയേറ്റിംഗ് എ ഡോക്യുമെൻറ്റ് ബൈ MS Word ആണ്. നമ്മുടെ MS Word യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ എന്താ പറയുക, നമ്മുടെ പുതിയ MS Word യൂസ് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആർക്കെങ്കിലും സെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ സെൻഡ് ചെയ്യുന്ന ആൾ യൂസ് ചെയ്യുന്നത് പഴയ നമ്മുടെ MS Wordൻ്റെ പഴയ വേർഷൻ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഓഫീസ് കമ്പാറ്റബിലിറ്റി പാക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ, അതായത് അവരുടെ വേർഡിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. അതായത് വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും പവർ പോയിൻറ്റിലാണെങ്കിലും ഒക്കെ നമ്മൾ അപ്പോൾ നമുക്ക് ആ ഒരു കമ്പാറ്റബിലിറ്റി പാക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ന്യൂ വേർഷനും ഓൾഡ് വേർഷനിൽ പ്രവർത്തിപ്പിക്കാം. അതുപോലെ ഓൾഡ് വേർഷൻ നമ്മളെ ന്യൂ വേർഷനിലും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇഫ് യു ആർ നോട്ട് certain whether or not the folks you send your document to the process, but in the Microsoft workplace compatibility pack of Word, Excel, PowerPoint, OpenXML file formats, you can work in compatibility mode. Compatibility mode makes certain that no new or increased options in Word 2010 are out there whereas you are employed in a very document, so that people who are using previous versions of the Word will have full editing capabilities. അതായത് നമ്മൾ ന്യൂ കമ്പാറ്റബിലിറ്റി മോഡിലാണെങ്കിൽ നമ്മുടെ ന്യൂ വേർഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഓൾഡ് വേർഷനിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു പുതിയ ഫീച്ചേഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഓൾഡ് വേർഷനിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാം. ഓക്കെ, എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും പ്രീവിയസ് വേർഷനിലുള്ള പോലെ. ഇഫ് യു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് എ ഡോക്യുമെൻറ്റ് ആൻഡ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് കണ്ടന്റ് വുഡ് ബി അവൈലബിൾ ഫോർ എഡിറ്റിംഗ് ഇൻ ഏർലിയർ വേർഷൻ, സി ഫീച്ചേഴ്സ് ഹാവ് ഡിഫറെൻ്റ്ലി ഇൻ ഏർലിയർ വേർഷൻ. Turn on compatibility mode. When you produce a replacement document that may be employed in an earlier version, you turn on compatibility mode by saving the file in Word 97 to 2003 format. അപ്പോൾ കമ്പാറ്റബിലിറ്റി മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2010 തന്നെ നമുക്ക് 97 to 2003 വരെയുള്ള വേർഡ് ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ എ ന്യൂ ഡോക്യുമെൻറ്റ്, ക്ലിക്ക് ദി ഫയൽ ടാബ്, ക്ലിക്ക് സേവ് ആസ്. ഇൻ ദി സേവ് ആസ് ടൈപ്പ് ലിസ്റ്റ്, click Word 97 to 2003 document. This changes the file format to .doc എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലോട്ട് ചേഞ്ച് ചെയ്യും. ഇൻ ദി ഫയൽ നെയിം ബോക്സ് ടൈപ്പ് എ നെയിം ഫോർ ദി ഡോക്യുമെൻറ്റ്, ക്ലിക്ക് സേവ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞു. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലൂടെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് സാലഞ്ച് ഫീച്ചേഴ്സ് ഓഫ് MS Word ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകളിൽ ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ളത് നമ്മുടെ MS Wordനാണ്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വേർഡ് പ്രോസസ്സിംഗ് കൂടെയാണ് ഈ ഒരു MS Word എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്, അതായത് ഒരുപാട് ബേസിക് ഫീച്ചേഴ്സുകളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് അലോസ് യു ടു ക്രിയേറ്റ് ആൻഡ് സേവ് ഡോക്യുമെൻറ്റ്. നമുക്ക് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും വേണ്ടി പറ്റും. യു ക്യാൻ ആഡ്, മോഡിഫൈ ഓർ ഡിലീറ്റ് ദി ടെക്സ്റ്റ് എനി ടൈം ഇൻ യുവർ ഡോക്യുമെൻറ്റ് ആൻഡ് സേവ് ഇറ്റ് ഇൻ യുവർ ഫ്യൂച്ചർ റെഫറൻസ്. നമുക്ക് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും നമുക്ക്. എന്നിട്ട് നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ എവിടെ വേണമെങ്കിലും അതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് അതിന് സേവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇറ്റ് എനേബിൾസ് യു ടു സെറ്റ് ഓർ ചേഞ്ച് ദി പേജ് മാർജിൻ ആസ് റിക്വയർഡ്. നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചെയ്യാം, പേജ് മാർജിൻസ് കൂടെ കൊടുക്കാം. ഇറ്റ് ഫീച്ചേഴ്സ് വേരിയസ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ലൈക്ക് ചേഞ്ച് ഓഫ് ഫോണ്ട് സ്റ്റൈൽ. മോർ ഓവർ യു ക്യാൻ ഇൻസേർട്ട് ഹെഡർ ഫൂട്ടർ ഇൻ ദി ഡോക്യുമെൻറ്റ്. നമുക്ക് ഒരുപാട് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാം, ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡർ ഫൂട്ടർ ഡോക്യുമെൻറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഓട്ടോ കറക്റ്റ് ഫീച്ചർ ഓഫ് MS Word ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ദി സ്പെല്ലിംഗ് ആൻഡ് ഓൾസോ സജസ്റ്റ് ദി ഓൾട്ടർനേറ്റ് വേർഡ്സ്. അതായത് ഓട്ടോ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഫീച്ചർ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പെല്ലിങ്ങുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഓൾസോ ഷോസ് ഡോക്യുമെൻറ്റ് സ്റ്റാറ്റസ് ലൈക്ക് വേർഡ് കൗണ്ട് പോലുള്ള ഡോക്യുമെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ എ കോളം സ്റ്റൈൽ റിട്ടൺ ഇൻ ന്യൂസ് പേപ്പർ. ഓൾസോ ടെക്സ്റ്റ് ബോക്സ് ക്യാൻ ബി ഇൻസേർട്ട്. അതായത് നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന പോലെ കോളംസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റുകൾ എഴുതാം. അതുപോലെ ടെക്സ്റ്റ് ബോക്സസ് വേണമെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. യു ക്യാൻ ക്രിയേറ്റ് ടാബിൾസ് ഇൻ ദി ഡോക്യുമെൻറ്റിനകത്ത് നമുക്ക് ടാബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദി ഇമേജ് ആൻഡ് ഗ്രാഫിക്സ് ആൻസോ ബി ഇൻസേർട്ടഡ് ഇൻ ദി ഡോക്യുമെൻറ്റിനകത്ത് നമുക്ക് ഇമേജോ ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. MS Word പ്രൊവൈഡ്സ് ഇറ്റ്സ് ക്ലിപ്പ് ആർട്ട് ഓർ ദി പിക്ചേഴ്സ് ക്യാൻ ബി ഇമ്പോർട്ടഡ് ഫ്രം ഔട്ട്സൈഡ്. നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സും ക്ലിപ്പ് ആർട്സും നമുക്ക് MS Word തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. The mail merge feature of MS Word helps you to generate multiple copies of a letter with different address. അതായത് ഒരു ലെറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് ഡിഫറെൻറ്റ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് മെയിൽ മെർജ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതും ഇതിൽ അവൈലബിൾ ആണ്. MS Word ആൾസോ പ്രൊവൈഡ്സ് മാക്രോസ് ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് യൂസ്ഡ് ഇൻ ദി ഡോക്യുമെൻറ്റ്. നമ്മളെ ഡോക്യുമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ മാക്രോസ്. അപ്പോൾ MS Word നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഓൺലൈൻ ഹെൽപ്പ് ഈസ് ഓൾസോ അവൈലബിൾ ടു നോ മോർ അബൌട്ട് ദി വേരിയസ് ഫീച്ചേഴ്സ് ആൻഡ് ടൂൾസ് ഓഫ് MS Word. ഓക്കെ, ഓൺലൈൻ ഹെൽപ്പും കൂടെ നമുക്ക് MS Wordൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്, കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ലെറ്റ് സ്റ്റാർട്ട് MS Word. നമ്മൾ MS Word ആയിട്ടൊന്ന് എന്താ പറയുക, കൂടുതലായിട്ട് അടുത്തറിയാണ് അതിൻ്റെ വിൻഡോസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കറിയാം MS Word എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കമ്പാറ്റബിളായിട്ട് വരുന്ന ഒരു വേർഡ് പാക്കേജാണ് MS Word പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ്സ് എസെൻഷ്യൽ ടു ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി വിൻഡോസ് ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് വിൻഡോസ് ഇൻ്റർഫേസിനെ കുറിച്ച് അറിയേണ്ടതും MS Word യൂസ് ചെയ്യുന്നതിന് മുന്നേ വിൻഡോസ് ഇൻ്റർഫേസിനെ കുറിച്ച് അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ബിഫോർ കമ്മിങ് ഓൺ MS Word ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് വിൻഡോസ്. അപ്പോൾ MS Wordലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം വിൻഡോസിൽ നമ്മൾ ഫെമിലിയർ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഓക്കെ, you may be aware that a software package is made better by adding new features and tools. ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് നമുക്ക് എപ്പോഴും ബെറ്റർ ആവുന്നത് എപ്പോഴാണ്, അതിൻ്റെ ന്യൂ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ടൂൾസൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്, സോഫ്റ്റ്വെയർ പാക്കേജ് ഇംപ്രൂവ്ഡ് ആണ് അല്ലെങ്കിൽ ന്യൂ വേർഷനായിട്ടാണ് നമ്മളതിനെ കാണുക. പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ന്യൂ വേർഷനായിട്ട് കാണും. അപ്പോൾ നമ്മുടെ MS Word എന്ന് പറയുന്നതും ആൾസോ ഹാസ് മെനി ഡിഫറെൻറ്റ് വേർഷൻ. നമ്മൾ MS Wordന് എന്തുണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. ഹിയർ വി വുഡ് ബി ടോക്കിംഗ് അബൌട്ട് MS Word 2010 വിച്ച് ഹാസ് സോ മെനി ന്യൂ ഫീച്ചേഴ്സ് ആൻഡ് ടൂൾസ് ആസ് കമ്പയർഡ് ഇൻ ഇറ്റ്സ് ന്യൂ വേർഷനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2010 MS Word 2010 MS Wordൻ്റെ വേർഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ന്യൂ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ടൂൾസൊക്കെ ഉള്ളതാണ്. The new versions of MS Word has all the features of old version, and in addition it also have new features with compatibility with old version. ഓക്കെ, ഓൾഡ് വേർഷനും ന്യൂ ഫീച്ചേഴ്സിനെ പോലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ എന്താണ്, ഇൻ അഡീഷൻ ഇറ്റ് ആൾസോ ന്യൂ ഫീച്ചേഴ്സ് വിത്ത് കമ്പാറ്റബിലിറ്റി വിത്ത് ഓൾഡ് വേർഷനെ നോക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടും.
So let's start with MS Word 2010. The MS Word can be used with a mouse as it is fully menu driven, and all command of MS Word are accessible in the form of an icon. It can also be used with a keyboard up to a certain extent. നമ്മൾ മൗസും കീബോർഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ MS Word യൂസ് ചെയ്യുക. മൗസാണ് കൂടുതൽ യൂസ് ചെയ്യുക, കാരണം ഒരുപാട് ഐക്കൺസ് ഉണ്ട്. ആ ഐക്കൺസ് വെച്ചിട്ട് ഏതൊരു അറിയാത്ത ആൾക്കും നമുക്ക് ഇങ്ങനെ എന്താ പറയുക ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. Okay, you can access the MS Word by performing the following steps. Use your mouse to click on the smart button available on the taskbar. You will get the screen as below. അപ്പോൾ നമ്മുടെ വിൻഡോസ് ആയിട്ട് കുറച്ച് ഫെമിലിയർ ആവണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വിൻഡോസിൽ നമ്മുടെ ടാസ്ക് ബാറിൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചറിൽ കാണുന്ന പോലെ ഒരു നമ്മുടെ പിക്ചറിൽ കാണുന്ന പോലെ ഒരു സ്ക്രീനാണ് നമുക്ക് കാണാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുട്ട് യുവർ മൗസ് പോയിൻ്റർ ഓൺ ദി പ്രോഗ്രാം വിച്ച് വിൽ അനദർ മെനു കമ്യൂ അപ്പോൾ ദി റൈറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് മെനു ടാസ്ക് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ പോപ്പപ്പ് മെനു വരും. അതിൽ നിന്നും നമ്മുടെ പ്രോഗ്രാമാണ് സെലക്ട് ചെയ്യേണ്ടത്. പ്രോഗ്രാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അതിലുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വരും. നൗ ലൊക്കേറ്റ് ദി ഓപ്ഷൻ MS Word ഇൻ ദി റൈറ്റ് സൈഡ് ആൻഡ് ക്ലിക്ക് ഓൺ ഇറ്റ് സ്റ്റാർട്ട് ദി MS Word സോഫ്റ്റ്വെയർ ഐക്കൺസ്. അപ്പോൾ നമ്മുടെ MS Word സോഫ്റ്റ്വെയർ ഐക്കണിലെ അവിടെ പോയിട്ട് MS Word സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MS Word സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ഐക്കൺ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. W എന്നൊരു ഐക്കണാണ് നമ്മുടെ വേർഡിനുള്ളത് അല്ലേ. ഇനി നമ്മൾ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇൻ MS Word you will find many features that are new form of the old version, and at the same time there are options with that have been removed in this version. അതായത് അതിൽ റിമൂവ് ചെയ്തിട്ടുള്ള, അതായത് ഓൾഡ് വേർഷനിൽ റിമൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതുപോലെ സെയിം ഓൾഡ് വേർഷനിലുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ന്യൂ വേർഷനിലും ഉണ്ട് കേട്ടോ. The significant change is MS Word 2010 is the replacement of Office 2003 command line with the ribbon. Likewise, the Office button of 2007 version is replaced with the file menu in the latest version of MS Word. We will discuss these new features here. അതായത് ഓഫീസ് 2003 നമ്മുടെ കമാൻഡ് ലൈന് റിബൺ എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ലൈന് നമ്മളെ റിബൺ എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓഫീസ് ബട്ടൺ 2007 നമ്മുടെ 2007 വേർഷനിലുള്ള ഓഫീസ് ബട്ടൺ ഇപ്പോൾ ഫയൽ മെനു ആയിട്ടാണ് ഈ ഒരു വേർഷനിൽ 2010 വേർഷനിലുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു MS Word ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ടൂൾ ബാറിൻ്റെ വിൻഡോ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. W ബട്ടൺ കാണിക്കുന്നത് എന്താണ്? നമ്മുടെ MS Word ആണെന്ന് കാണിക്കുകയാണ്. ദി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്, ദി ഫയൽ ടാബ് ഉണ്ട്, പിന്നെ ദി റിബൺ ടാബ്, അതായത് നമ്മുടെ ഓൾഡ് കമാൻഡ് ലൈൻ, അതുപോലെ ദി മിനിമൈസ് റിബൺ ബട്ടൺ, ദി ഹെൽപ്പ് ബട്ടൺ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഐക്കൺസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സ്ക്രീൻ ഓഫ് MS Word 2010. First one, the W button. The W button, which had been removed in the 2007 version of MS Word, has made it return in the 2010 version. അതായത് 2007 മുന്നേ ഉണ്ടായിരുന്നു. 2007 വേർഷൻ ഇറങ്ങിയപ്പോൾ ആ ഒരു W ബട്ടൺ അവിടുന്ന് അവർ റിമൂവ് ചെയ്തതാണ്. വീണ്ടും അത് തിരിച്ചു കൊണ്ടുവന്നു അവർ 2010 വേർഷനിൽ അത് വീണ്ടും അവർ തിരിച്ചു കൊണ്ടുവന്നു. ദിസ് ബട്ടൺ ക്യാൻ ബി യൂസ്ഡ് ടു മിനിമൈസ്, മാക്സിമൈസ് ഓർ ക്ലോസ് ദി വേർഡ് വിത്തൗട്ട് ഹാവിംഗ് ടു ട്രാവേഴ്സ് യുവർ മൗസ് അക്രോസ് ദി എൻറ്റയർ സ്ക്രീൻ ടു ദി റൈറ്റ് കോർണർ ടു ദി ഗെറ്റ് ദിസ് ആക്ഷൻ ഡൺ. അതായത് നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മിനിമൈസ് ബട്ടണും മാക്സിമൈസ് ബട്ടണും അതുപോലെ ക്ലോസ് ബട്ടണും ഉണ്ടാവും. അത് മൂന്നും കൂടെ ട്രാവൽ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു W ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂന്നും അതിൽ ആ ഒരു ബട്ടണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ ഇത് ചെയ്യാം. ആസ് അവർ മോണിറ്റർ ആർ ഗെറ്റിംഗ് ബിഗർ ഡേ ബൈ ഡേ, ദിസ് ഈസ് എ നൈസ് ഫീച്ചർ. നമ്മുടെ മോണിറ്റർ ഇങ്ങനെ വലുതായി, സ്ക്രീൻ ഇങ്ങനെ വലുതായി വരികയാണ്. അപ്പോൾ നമുക്കിതൊരു എന്താ പറയുക, ഒരു നൈസ് ഫീച്ചറായിട്ട് നമുക്ക് ഇത് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിഗർ 9.3 W ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? അതായത് മൂവ്, സ്റ്റോപ്പ്, മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ്, ഒരുപാട് പോപ്പപ്പ് മെനുവിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് ടൈറ്റിൽ ബാറാണ്. ടൈറ്റിൽ ബാറിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഫിഗർ 9.4 കാണാൻ വേണ്ടി പറ്റും. ആസ് ദി നെയിം ഇറ്റ് സെൽഫ് സജസ്റ്റ് ദി ടൈറ്റിൽ ബാർ ഡിസ്പ്ലേസ് ദി നെയിം ഓഫ് ദി ഡോക്യുമെൻറ്റ് കറൻ്റ്ലി ബീൻ ആക്റ്റീവ്. അതായത് ഇപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ പേര്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പേര് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരാണ് അവിടെ കാണിക്കുക. ഓക്കെ, ദി ടൈറ്റിൽ ബാർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ മൂവിങ് ദി വിൻഡോസ് ആൻഡ് മാക്സിമൈസ് ആൻഡ് മിനിമൈസ് ഇറ്റ്. നമുക്ക് വിൻഡോസ് മൂവ് ചെയ്യാനും അതുപോലെ ആ ഒരു വിൻഡോ മിനിമൈസ് ചെയ്യാനും മാക്സിമൈസ് ചെയ്യാനും കൂടെ നമ്മൾ ടൈറ്റിൽ ബാറാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ദി മിനിമൈസ് റിബൺ ബട്ടൺ ആണ്. മെനി ടൈംസ് വൈൽ വർക്കിംഗ് ഓൺ ദി ഡോക്യുമെൻറ്റ് ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു മിനിമൈസ് ദി റിബൺ. റിബൺ ബട്ടൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ അതായത് നമ്മൾ എന്താ പറയുക, മെനി ടൈംസ് ഒരുപാട് ടൈം നമ്മൾ ഈ ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഇതിനെ എന്താണ് റിബൺ വെച്ചിട്ട് മിനിമൈസ് ചെയ്യാം. ദി അപ്പ് ആരോ ബട്ടൺ ആൻഡ് യൂസ്ഡ് ടു ഡു സോ. ദി റിബൺ ക്യാൻ ബി അഗെയിൻ മാക്സിമൈസ്ഡ് ബൈ ഡൗൺ ആരോ കീ. ഡൗൺ ആരോ കീ വെച്ചിട്ട് നമുക്ക് വീണ്ടും അതിനെന്ത് ചെയ്യാം, മാക്സിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പ് ആരോ കീ നമ്മൾ മിനിമൈസ് ചെയ്യാനും മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺ ആരോ കീയും ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ruler. The ruler bar is useful to set the vertical alignment of the text in the working document. വർക്കിംഗ് ഡോക്യുമെൻറ്റിൻ്റെ ടെക്സ്റ്റിൻ്റെ വേർട്ടിക്കൽ അലൈൻമെൻറ്റ്, അതായത് നമുക്ക് 4 ഓപ്ഷനാണുള്ളത് റൂളർക്ക്. എന്താ പറയുക, നമ്മുടെ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ആൻഡ് ജസ്റ്റിഫൈഡ്, ഈ ഒരു 4 ഓപ്ഷനാണ് നമ്മൾ അലൈൻമെൻറ്റിലുള്ളത്. അപ്പോൾ വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് എവിടെയാണോ കിടക്കേണ്ടത് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂളർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റാറ്റസ് ബാർ. വൺ ക്യാൻ സീ ദി ഇൻഫർമേഷൻ അബൌട്ട് ദി കറൻ്റ്ലി ആക്റ്റീവ് ഡോക്യുമെൻറ്റ് ത്രൂ സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ കറൻ്റ്ലി ആക്റ്റീവായിട്ടുള്ള ഡോക്യുമെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റസ് ബാർ നോക്കിയാൽ മതിയാവും. ഇറ്റ് ഡിസ്പ്ലേസ് ഇൻഫർമേഷൻ ലൈക്ക് കറൻ്റ്ലി ആക്റ്റീവ് പേജ് നമ്പർ, ദി കോളം ആൻഡ് ലൈൻ നമ്പർ ഓഫ് കേഴ്സർ ആൻഡ് സോ. ഇപ്പോൾ നമ്മൾ എത്രാമത്തെ പേജ് നമ്പറിലാണ് കിടക്കുന്നതെന്നും അതുപോലെ കോളം നമ്പറും ലൈൻ നമ്പറും കേഴ്സറിൻ്റെ കോളം നമ്പറും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. ഫിഗർ 9.7 കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റസ് ബാറിൻ്റെ ഒരു എക്സാമ്പിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 90 പേജിലുള്ളൊരു ഡോക്യുമെൻറ്റിൻ്റെ 9th പേജിലാണ് നമ്മൾ കിടക്കുന്നത്. അതുപോലെ നമ്മൾ കേഴ്സർ എവിടെയാണ് കിടക്കുന്നത്, 2516th വേർഡിലാണ് നമ്മളെ കേഴ്സർ കിടക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, UK ഇംഗ്ലീഷ് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ആ സ്റ്റാറ്റസ് ബാറിൽ നിന്നും കിട്ടും. നെക്സ്റ്റ് വൺ സ്ക്രോൾ ബാർ. Scroll bar, like any other software, the scroll bar available in MS Word enable you to scroll through the document up and down to left and right. അതായത് നമുക്ക് നമ്മുടെ പേജ് താഴോട്ടും മേലോട്ടും സ്ക്രോൾ ചെയ്യാനും അതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ക്രോൾ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദി എലിവേറ്റർ ബട്ടൺ ഓർ ബൈ ക്ലിക്കിംഗ് ഓൺ ദി ബട്ടൺ മാർക്ക്ഡ് വിത്ത് എൻ ആരോ ഓൺ ദം വി ക്യാൻ സ്ക്രോൾ ത്രൂ ദി പേജ്. അതായത് നമുക്ക് ആ ഒരു വിൻഡോയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലും താഴെ ബോട്ടമിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള എലിവേഷൻ ബട്ടൺ അല്ലെങ്കിൽ ആരോ വെച്ച് ക്ലിക്ക് ചെയ്തിട്ടുള്ള ആരോ മാർക്ക് ചെയ്തിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രോളിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ദി ഫയൽ ടാബ് ആണ്. ദി ഫയൽ ടാബ് ഈസ് എ സെക്ഷൻ ദാറ്റ് ഗിവ്സ് യു ആക്സസ് ദി ഫയൽ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ ഫ്രം ദി ഫയൽ ടാബ് യു ക്യാൻ ആക്സസ്, അതായത് നമുക്ക് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, പ്രോപ്പർട്ടീസ് ആൻഡ് റെസൻറ്റ് ഫയൽ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഫയൽ ടാബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ദി ബ്ലൂ ബട്ടൺ ഇൻ ദി അപ്പർ ലെഫ്റ്റ് കോർണറിൽ കാണുന്ന ബ്ലൂ ബട്ടണിനെ നമ്മൾ ഫയൽ മെനു അല്ലെങ്കിൽ ഫയൽ ടാബ് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് ദി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അതായത് ദി മോസ്റ്റ് ഫ്രീക്വൻലി യൂസ്ഡ് ടൂൾസ് ഓർ ബട്ടൺസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ബട്ടൺസ് അല്ലെങ്കിൽ ടൂൾസ് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ബൈ ഡിഫോൾട്ട് ദി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഈസ് അവൈലബിൾ വിത്ത് ടൂൾസ് ലൈക്ക് സേവ്, അൺഡു, റേഡോ ബട്ടൺ.
ഇതൊക്കെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കൂടുതലായിട്ട് കാണുക. ഹവർ ക്യാൻ ആഡ് മോർ ടൂൾസ് ആസ് പെർ അവർ നീഡ് യൂസിങ് ദി ഡ്രോപ്പ് ഡൗൺ ആരോ വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീണ്ടും എന്ത് ചെയ്യേണ്ട, ആ ഒരു ടൂൾ എവിടെയാണോ കിടക്കുന്നത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്വിക്ക് ആക്സസ് ബാറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന പിന്നെ ടൂൾസൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഹവർ വി ക്യാൻ ആർ മോർ എന്ന് പറഞ്ഞു. ദി ബിലോ ഇമേജ് ഷോൺസ് ദി പ്രിൻറ്റ് ടൂൾ ഇൻ ദി ക്വിക്ക് ആക്സസ് ബാർ. അപ്പോൾ താഴെ കാണുന്നത് എന്താ പറയുക, ക്വിക്ക് പ്രിൻ്റ് എന്നുള്ളത് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഫിഗർ 9.9 കാണുന്നത്. നെക്സ്റ്റ് വരുന്നത് ദി റിബൺ. ഇൻ MS Word ദി മെനൂസ് ആൻഡ് ടൂൾസ് ബാർസ് ആർ റീപ്ലേസ്ഡ് വിത്ത് ദി റിബൺ. അതായത് MS Wordൽ പിന്നെ നമ്മുടെ മെനൂസും ടൂൾ ബാർസൊക്കെ റിബൺ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ദി ഒബ്ജക്റ്റീവ് ഓഫ് റിബൺ ഈസ് ടു ഗീവ് യു ക്വിക്ക് ആക്സസ് ടു കമാൻഡ് ബൈ ഡിസ്പ്ലേയിങ് ദം അപ്പ് ഫ്രണ്ട് ഫയൽ വൈൽ യു വർക്ക് ഓൺ ദി ഡോക്യുമെൻറ്റ്. നമ്മൾ ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക, അപ്പ് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്ന കമൻസാണ്, ക്വിക്ക് ആക്സസ് കമൻസാണ് ഈ റിബണിൽ ഉണ്ടാവുക. ഓക്കെ, ദി റിബൺ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ലൈക്ക് റിബണിൽ എന്തൊക്കെയുണ്ട്, ക്ലിപ്പ് ബോർഡ്, ഫോൺ, പാരഗ്രാഫ് ആൻഡ് സ്റ്റൈൽ ആൻഡ് സോ ഓൺ. ഈച്ച് ആൻഡ് എവറി ഗ്രൂപ്പ് ഹാസ് എ triangular button at the lower right corner with help you more option. Example, click on the front font group, give more options with regards to the front font. Okay. നെക്സ്റ്റ് വരുന്നത് വർക്ക് സ്പേസ് ആണ്. ദി വർക്ക് സ്പേസ് ഇൻ എൻ ഏരിയ വെർ യു ക്രിയേറ്റ് യുവർ ഡോക്യുമെൻറ്റ് ബൈ ടൈപ്പിംഗ് ദി ടെക്സ്റ്റ്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമ്മളെ വൈറ്റ് പോർഷൻ, ഫസ്റ്റ് നമ്മളൊരു empty ഡോക്യുമെൻ്റ് ആണെങ്കിൽ വൈറ്റ് പോർഷൻ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു പോർഷനെയാണ് നമ്മൾ വർക്ക് സ്പേസ് എന്ന് പറയാം. ഓക്കെ, ദി ഹെൽപ്പ് ബട്ടൺ. MS Word comes with the help option which offers information on various option, tools and commands to make you understand the option. On clicking the question mark button, a help window comes where you can see the topics to click. You can also type in a word or a question in the search field to explore further information about any topic. നമുക്ക് എന്തിനെങ്കിലും കുറിച്ച് ഹെൽപ്പ്, അതായത് നമ്മുടെ MS ഓഫീസിനെ കുറിച്ചുള്ള ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് ബട്ടണും കൂടെ അവൈലബിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ബട്ടണാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ടൂൾസിനെ കുറിച്ചുള്ളതും കമൻസിനെ കുറിച്ചുള്ളതൊക്കെ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഹെൽപ്പ് ബട്ടൺ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് മെയിൻ മെനു ഓപ്ഷൻ, ടാബ്സ് ഇൻ വേർഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇത് ഫയൽ ടാബ്. നമ്മൾ നേരത്തെ ചെറിയൊരു എക്സ്പ്ലനേഷൻ തന്നതാണ് ഫയൽ ടാബിൽ എന്തൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചാൽ. ഈ MS Words മെനൂസ് ആർ കോൾഡ് ടാബ്. നമ്മുടെ MS Wordൻ്റെ മെനൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാബ് എന്ന് പറഞ്ഞാൽ. ദി ഫയൽ ടാബ് ഈസ് ബേസിക്കലി ദി സെയിം ആസ് വി ഹാവ് ദി ഫയൽ മെനു ഈസ് MS Word. MS Wordലുള്ള നമ്മുടെ ഫയൽ മെനുവിൻ്റെ സെയിം തന്നെയാണ് നമ്മുടെ ഫയൽ ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദി ഫയൽ ടാബ് ഹാസ് കമാൻഡ്സ് ലൈക്ക് സേവ് ആസ്, ന്യൂ, പ്രിൻറ്റ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫയലിൽ ഉണ്ടാവുക. എന്തൊക്കെ ഉണ്ടാവുക, സേവ് ആസ്, ന്യൂ, പ്രിൻറ്റ് ഒക്കെ ഉണ്ടാവും. ദി ഗിവൺ സ്ക്രീൻ ഈസ് ദി ഡിഫോൾട്ട് വിത്ത് ഇൻഫർമേഷൻ ബീൻ ഹൈലൈറ്റഡ് ഓൺ ദി ലെഫ്റ്റ് കോളം ആൻഡ് ദി റൈറ്റ് സൈഡ് ഗിവിങ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദി ഡോക്യുമെൻറ്റ് എക്സെട്ര, ഫയൽ സൈസ്, നമ്പർ ഓഫ് പേജസ് എക്സെട്ര. അപ്പോൾ ഒരു ഫയൽ ടാബിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ഫിഗർ 9.13 തന്നിട്ടുള്ളത്. അവിടെ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ലെഫ്റ്റ് കോളം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എന്താ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഫർമേഷൻ അബൌട്ട് ദി ഡോക്യുമെൻ്റ് ആണ്. അതായത് ഫയൽ സൈസ് എന്താണ്, നമ്പർ ഓഫ് പേജസ് എത്ര ഉണ്ട് എന്നൊക്കെയുള്ള ഇൻഫർമേഷനാണ് നമ്മുടെ ഫയൽ ടാബിനകത്ത് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. Next one, in the insert tab. The insert tab consists of many useful options which can be used while creating the document in MS Word. MS Word നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ടാബ് ഒരുപാട് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടാബാണ് ഇൻസേർട്ട് ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻസേർട്ട് ടാബിൽ എന്തൊക്കെ ഉണ്ടാവും,
നമ്മുടെ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റും കവർ പേജ്, ബ്ലാങ്ക് പേജ്, എന്താ പറയുക, പേജ് ബ്രേക്ക്, ടാബിൾ ഇൻസേർട്ട്, പിക്ചർ ഇൻസേർട്ട്, ക്ലിപ്പ് ആർട്ട് ഇൻസേർട്ട്, ഷേപ്സ്, ചാർട്ട്, ഒരുപാട് ഓപ്ഷൻസ്, ഹെഡർ, ഫൂട്ടർ, പേജ് നമ്പർ, ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ടാബാണ് ഇൻസേർട്ട് ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിക്ചേഴ്സ് ബട്ടൺ ഈസ് യൂസ്ഡ് ടു ആഡ് പിക്ചേഴ്സ് ആൻഡ് ഡ്രോയിങ് ഇൻ ദി ഡോക്യുമെൻറ്റ്. അതിൽ നമ്മളെ ചില ടാബുകൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിക്ചർ ബട്ടൺ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡോക്യുമെൻറ്റിനകത്ത് പിക്ചർ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിക്ചർ ബട്ടൺ. ഓൺ ക്ലിക്ക് ദി പിക്ചർ ബട്ടൺ ആൻഡ് ഇൻസേർട്ട് പിക്ചർ ബോക്സ് വിൽ അപ്പിയർ പ്രോംപ്റ്റിംഗ് യു ടു ബ്രൗസ് ടു ദി പിക്ചർ അവൈലബിൾ ഓൺ യുവർ PC. നമ്മൾ പിക്ചർ ബട്ടൺ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള പിക്ചർ ബ്രൗസ് ചെയ്യാൻ വേണ്ടി പറയും. നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് എവിടെയാണോ പിക്ചേഴ്സ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ പോയിട്ട് ആ പിക്ചർ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. You can select any picture and click on it to get the picture inserted in the document. Okay. MS Word also provide a full range of clip arts which can also be used in the document. Clip arts നമുക്ക് add ചെയ്യാൻ വേണ്ടി പറ്റും. To use the picture from the clip art, you have simply click on the clip art button to get the clip art dialog box. You can search the clip arts through search for field and insert in the document. നമ്മുടെ ക്ലിപ്പ് ആർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പ് ആർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയലോഗ് ബോക്സ് ആണ് വരിക. അതിൽ സെർച്ച് ഫോർ അടിച്ചിട്ട് നമുക്ക് ക്ലിപ്പ് ആർട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ക്ലിപ്പ് ആർട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ. Next one, the insert tab also used to add different kinds of shapes like lines, arrows, basic geometric shapes, flowchart shapes, stars and banners. Okay. Click on the shape button. A drop down will appear with all the available shapes. You can click on the side shape to get it insert in the document. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും ഷേപ്പിൽ. നമുക്ക് ഇഷ്ടമുള്ളതിൽ സെലക്ട് ചെയ്താൽ നമ്മളെ ഡോക്യുമെൻറ്റിനകത്തേക്ക് നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. ചാർട്ട് ക്യാൻസ് ഓൾസോ ബി യൂസ്ഡ് ആൻഡ് ഇൻസേർട്ടഡ് ത്രൂ ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബ് വെച്ചിട്ട് നമുക്ക് ചാർട്ടുകൾ, പൈ ചാർട്ടോ അല്ലെങ്കിൽ ബാർ ചാർട്ടോ, എന്ത് ടൈപ്പ് ചാർട്ടാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് രൂപത്തിലും ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും അനാലിസിസ് ഒക്കെ നടത്തുന്നതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചാർട്ട് നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ചാർട്ട് ലൈക്ക് കോളം, ബാർ, പൈ എക്സെട്ര ടു ചൂസ് ഫ്രം. ടു ഇൻസേർട്ട് ദി ചാർട്ട് യു നീഡ് ടു click on the chart button to have the insert chart box displayed. From this window, select the chart type and the chart to be inserted and click on OK button to get the selected chart insert the document. These are just a few common examples on the insert tab which explain the command available in the tab. This tab also allows you to resize your objects when you added in the document. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ, ഒരു പിക്ചർ ആവാം, ഒരു ചാർട്ട് ആവാം, അല്ലെങ്കിൽ ഒരു ഷേപ്പ് ആവാം, എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും അതിനെ റീസൈസ് ചെയ്യാനും കൂടെ ഈ ഒരു ടാബ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് പേജ് ലേഔട്ട് ടാബാണ്. ദി പേജ് ലേഔട്ട് ടാബ് ലെറ്റ്സ് മാനേജ് ദി ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദി ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിൻ്റെ ആ ഒരു ലുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പേജ് ലേഔട്ട് ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എ നമ്പർ ഓഫ് തീംസ് ആൻഡ് കളർ സ്കീംസ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ടു യുവർ ഡോക്യുമെൻറ്റ് ടു ഹാവ് ആൻ ഗ്ലോബൽ ഡിസൈൻ. നമുക്കൊരു ഗ്ലോബൽ ഡിസൈൻ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് തീംസും നമ്പർ ഓഫ് തീംസ് അല്ലെങ്കിൽ കളർ സ്കീംസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പേജ് ലേഔട്ടിൻ്റെ പിക്ചറിൽ നമ്മളെ പേജ് ഓറിയൻറ്റേഷൻ, അതായത് ലാൻഡ്സ്കേപ്പ് ആണോ അല്ലെങ്കിൽ പോർട്രേറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ സൈസ് എത്ര വേണം, കോളംസ് ആയിട്ടാണോ, ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന പോലെ കോളംസ് ആയിട്ട് വേണോ, മാർജിൻ വേണോ, മാർജിൻ വേണമെങ്കിൽ കൊടുക്കാം, പേജ് ബോർഡർ കൊടുക്കാം, പേജ് കളർ കൊടുക്കാം, വാട്ടർ മാർക്ക് വേണമെങ്കിൽ പേജിൽ ആഡ് ചെയ്യാം, പിന്നെ പേജിൻ്റെ ഇൻഡൻറ്റ് എത്ര വേണമെങ്കിൽ കൊടുക്കാം, സ്പേസിങ് കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് പേജ് ലേഔട്ട് ടാബിലും അവൈലബിൾ ആണ്. Through this tab, you can set the margin of your page by clicking on the margin and then clicking on the desired option. നമുക്ക് മാർജിൻസ്, ഒരുപാട് മാർജിൻസ്, വെറൈറ്റി ഓഫ് I think it is 6 or 4 or 6
വെറൈറ്റീസ് ഓഫ് മാർജിൻസ് ആൻഡ് അവൈലബിൾ ഇൻ അവർ MS Word. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഇത് സെലക്ട് ചെയ്തിട്ട് മാർജിൻസ് സെലക്ട് ചെയ്യാം. ദി പേജ് ഓറിയൻറ്റേഷൻ ക്യാൻ ആൾസോ മാനേജ്ഡ് യൂസിങ് പേജ് ഓറിയൻറ്റേഷൻ ഓപ്ഷൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പോ എന്ത് ഓറിയൻറ്റേഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ് ഹെൽപ്സ് യു ടു സെറ്റ് ദി പേജ് ബോർഡർ, പേജ് കളേഴ്സ്. ഓക്കെ, you can also have command like indentation, spacing and line numbering, etc., which are also available in the home tab. Okay, the page setup group can also be accessed using the triangle button at the bottom right ഒരു ട്രയാങ്കിൾ അവൈലബിൾ ആണ്. അവിടെ ഉണ്ടാവും പേജ് സെറ്റപ്പ്. ബൈ ക്ലിക്കിംഗ് ഓൺ ദിസ് യു ക്യാൻ ഹാവ് മോർ അഡ്വാൻസ്ഡ് പേജ് സെറ്റപ്പ് ഓപ്ഷൻ. ദി പാരഗ്രാഫ് ഗ്രൂപ്പ് ആൾസോ ഹാസ് ദി ട്രയാങ്കിൾ ബട്ടൺ ഫോർ ദി അഡ്വാൻസ്ഡ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ദി റെഫറൻസ് ടാബാണ്. റെഫറൻസ് ടാബ് യൂസ് ചെയ്യുന്നത് റെഫറൻസ് ടാബ് ഓൺ ദി മൈക്രോസോഫ്റ്റ് വേർഡ്സ് 2010 റിബൺ ഓഫേഴ്സ് എ ക്വിക്ക് വേ ടു എൻ്റർ യുവർ ഡോക്യുമെൻറ്റ് സോഴ്സസ്, സിറ്റേഷൻസ് എക്സെട്ര. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ് സോഴ്സസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ക്വിക്ക് വേ ആണ് എന്താ പറയുക നമ്മുടെ റെഫറൻസ് ടാബ് എന്ന് പറയുന്നത്. ഓൺ ദി റെഫറൻസ് ടാബ് യു വിൽ ഫൈൻഡ് ഗ്രൂപ്പ്സ് ലൈക്ക് ടേബിൾ ഓഫ് കണ്ടൻറ്റ്, ഫുട് നോട്ട്സ്, സിറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി ആൻഡ് ക്യാപ്ഷൻ. നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതായത് നമ്മുടെ പേജിൽ ഒരുപാട് പേജുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇൻഡെക്സ് കൊടുക്കുമല്ലോ നമ്മൾ ബുക്കിൻ്റെ ഒക്കെ മുന്നിൽ. അതേപോലെ നമുക്ക് ഇൻഡെക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഫുട് നോട്ട്സ്, സിറ്റേഷൻസ്, ബിബ്ലിയോഗ്രഫി. അതായത് പേജിൻ്റെ സോഴ്സിനെ ഡോക്യുമെൻറ്റ് സോഴ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടതാണ് റെഫറൻസ് ടാബ് എന്ന് പറയുന്നത്. Okay, one of the best features on the reference tab is adding the table of content for a document. The only thing you need to make sure is that you type your document using one of the heading style for the item that need to be included in the table of content. Click the table of content button and the table of content appears. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് നമ്മൾ എന്തായാലും കുഞ്ഞു സബ് ഹെഡിങ്ങുകളാക്കിയിട്ട് നമ്മൾ പാരഗ്രാഫ് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ സബ് ഹെഡിങ്ങുകളാക്കി കൊടുക്കും. ആ സബ് ഹെഡിങ്ങുകളും ഹെഡിങ്ങുകളുമാണ് നമ്മുടെ ടേബിൾ ഓഫ് കണ്ടൻറ്റിൽ അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബുക്കൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ബുക്കിൻ്റെ അകത്ത് അതിൻ്റെ ഇൻഡെക്സ് എങ്ങനെ, ആ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഫസ്റ്റ് പേജിൽ എങ്ങനെയുണ്ടാവുക, അതായത് ഏതൊക്കെ യൂണിറ്റുകളാണ് ആ ഒരു ബുക്കിലുള്ളത്, ആ ഓരോ യൂണിറ്റിലും എന്തൊക്കെ സബ് ടോപ്പിക്കുകളാണ് ഉള്ളത് എന്നുള്ളത് അതിന് താഴെ ഇങ്ങനെ എഴുതി കാണിക്കും അല്ലേ. അപ്പോൾ അതേപോലെ നമുക്ക് ഡോക്യുമെൻറ്റിൽ ചെയ്യാം റെഫറൻസ് ടാബ് യൂസ് ചെയ്തിട്ട്. Next one, the mailing tab. One of the most common feature on the mailing tab is envelopes and labels for printing. പ്രിൻറ്റിങ്ങിനുള്ള എൻവലപ്സും ലാബൽസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെയിലിങ്സ്, അല്ലെങ്കിൽ മെയിൽ മെർജ്, പിന്നെ സെലക്ട് റെസിപ്പിയൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെയിലിംഗ്. Clicking the envelopes button produce the box below which allows you to enter the delivery address and return address അല്ലെങ്കിൽ ഡെലിവറി അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് envelopes അവൈലബിൾ ആണ്. അതുപോലെ ക്ലിക്കിംഗ് ദി ഓപ്ഷൻ ബട്ടൺ ഗീവ്സ് ദി ചോയ്സ് ഫോർ ദി envelope size. Okay, on the labels tab the option button also available for the needed label size. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ദി റിവ്യൂ ടാബാണ്. Once you have finished, the proofing group is one of the most popular groups on the review tab. proofing group ആണ് റിവ്യൂ ടാബിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബട്ടൺ എന്ന് പറയുന്നത്. Once you have finished your document, you can perform one last spell check by choosing the spelling and grammar button. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, നമ്മളൊരു ഡോക്യുമെൻറ്റ് ഫിനിഷ് ചെയ്തു, നമ്മുടെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ബട്ടൺ യൂസ് ചെയ്താൽ മതി. This is an automated process going through the entire document. Okay, the research button will allow you to access different dictionary lookups for any word you have highlighted. നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ് ഡിഫറെൻറ്റ് ലുക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിസർച്ച് ബട്ടൺ എന്ന് പറയുന്നത്. The thesaurus button will suggest other words with similar meaning for the word you have highlighted. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത വേർഡിൻ്റെ മറ്റൊരു വേർഡ് നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബട്ടണാണ് thesaurus button എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. The word count button will give you statistics for the number of pages, words, graphs, paragraphs, slides, etc. Word content count button നമുക്ക് എന്താ തരാം? number of pages, number of words, number of paragraphs and lines
ഒക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ളതാണ് വേർഡ് കൗണ്ട് ബട്ടൺ. The last button ആണ് the view button. The view button tab is the last tab on the Microsoft Word 2010 ribbon. By the button available on the document view groups, you can view your document in different ways. You can see the print layout, full screen reading, web layout, outline and draft views. അതായത് നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് ഏതൊക്കെ തരത്തിൽ കാണാം, ഫുൾ സ്ക്രീനായിട്ട് കാണാം, പ്രിൻറ്റ് ലേഔട്ടായിട്ട് കാണാം, അല്ലെങ്കിൽ വെബ് ലേഔട്ടായിട്ട് കാണാം, ഔട്ട്ലൈൻ ആയിട്ട് കാണാം, ഡ്രാഫ്റ്റ് വ്യൂ ആയിട്ട് കാണാം. Okay, on the show group you can measure and line up object by clicking the rule button, and the ruler will appear at the top and left margin of the document. Okay, next വരുന്നത് എൻ്ററിങ് ആൻഡ് എഡിറ്റിംഗ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോക്യുമെൻ്റ് ബ്ലാങ്ക് ഡോക്യുമെൻ്റൊക്കെ ഓപ്പൺ ചെയ്തു, ഫയലിൽ പോയിട്ട് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, അതിലോട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്ത് തുടങ്ങണം. ലെറ്ററോ ഡോക്യുമെൻ്റോ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് നമുക്ക് എൻ്റർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് നോക്കാം. Whatever text you write would appear in the workspace on the current location of the cursor. അതായത് നമ്മുടെ കർസർ എവിടെയാണോ കിടക്കുന്നത്, അതായത് ടൈപ്പ് വർക്ക് സ്പേസിൽ എവിടെയാണോ നമ്മളെ കർസർ കിടക്കുന്നത് അവിടെ നിന്ന് മുതലാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം അവിടെ. ഓക്കെ, MS Word automatically manages the right margin of the document while you enter the text in the document. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ MS Word ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പേപ്പറിലൊക്കെ എഴുതുമ്പോൾ ഒരു മാർജിൻ ഇടുമല്ലോ, സെയിം ആസ് MS Word എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റൈറ്റ് മാർജിൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. വൺസ് യു റൈറ്റ് എ വേർഡ്, ദി ഇൻസേർഷൻ പോയിന്റ് മൂവ്സ് ഓട്ടോമാറ്റിക്കലി ടു ദി നെക്സ്റ്റ് ലൈൻ. To change the line or the paragraph at any time, you need to use enter key. അപ്പോൾ നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് പോവാം. എഡിറ്റിംഗ് ദി ഡോക്യുമെൻറ്റ് മീൻസ് മേക്കിംഗ് ദി ഡിസൈഡ് കറക്ഷൻ ഇൻ യുവർ ഡോക്യുമെൻറ്റ്. എഡിറ്റിംഗ് ഓഫ് എ ഡോക്യുമെൻറ്റ് ഹെൽപ്സ് യു. അതായത് നമുക്ക് ഇനിയിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫയലാണെങ്കിൽ അതിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ എഡിറ്റ് ചെയ്യാണ്, നമ്മൾ ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടതെങ്കിൽ അതിന് കറക്ഷൻ വരുത്താണെന്ന് അർത്ഥം. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത് പോരാ, വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് നമ്മൾ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യും. അതാണല്ലോ എഡിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ഓഫ് എ ഡോക്യുമെൻറ്റ് ഹെൽപ്സ് യു ഇൻ ഡിലീറ്റിംഗ് എ പാർട്ട് ഓഫ് ദി ടെക്സ്റ്റ്, മൂവിങ് ടെക്സ്റ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, കോപ്പിങ് ടെക്സ്റ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ചിലപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ പാർട്ട് ഡിലീറ്റ് ആക്കാൻ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മറ്റൊരു ഭാഗത്തോട്ട് പ്ലേസിലോട്ട് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വേറൊരു സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് മറ്റു സ്ഥലത്ത് പോയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു എഡിറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ MS Wordൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സെലക്ട് ചെയ്യണം. എന്നിട്ട് വേണം എഡിറ്റിംഗ് ഓപ്ഷനിലോട്ട് നമ്മൾ പോവാൻ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ മൗസിൽ അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്താലും മതി. You can refer to the table below for various selections options based on the clicking and drag approach. അപ്പോൾ ടേബിൾ ഒന്ന് നോക്കാം. To select action, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് എനി വാരിയബിൾ ലെങ്ത് ഓഫ് ടെക്സ്റ്റ്. നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ലെങ്ത് ഉള്ള ഒരു ടെക്സ്റ്റാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡ്രാഗ് ദി മൗസ് ഓവർ ദി ടെക്സ്റ്റ് ടു ബി സെലക്റ്റഡ്. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൗസ് അതിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം. അടുത്തത് നമുക്കൊരു വേർഡ് മാത്രം എന്ത് ചെയ്താൽ മതി, ഒരു വേർഡാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൗസ് ആ പർട്ടിക്കുലർ വേർഡിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ വേർഡ് സെലക്ട് ആയിക്കോളും. ഓക്കെ, ഗ്രാഫിക്കാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഗ്രാഫിക്കിൻ്റെ മേലെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ലൈൻ ഓഫ് ടെക്സ്റ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ഓൺ ദി സെലക്ഷൻ ഓഫ് ബാർ ടു ദി ലെഫ്റ്റ് ഓഫ് ദി ലൈൻ. ലെഫ്റ്റ് ഓഫ് ദി ലൈനിൽ
നമ്മൾ സെലക്ഷൻ ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൈന് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് ടെക്സ്റ്റിൻ്റെ മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഡ്രാഗ് ദി സെലക്ഷൻ ബാർ ടു ദി ലെഫ്റ്റ് ഓഫ് ദി ലൈൻസ്. ഡ്രാഗ് ചെയ്യണം, സെലക്ഷൻ ബാറിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് ദി ടെക്സ്റ്റ് സെലക്ട് ആവുന്നതാണ്. നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് ചെയ്യണമെങ്കിൽ ഹോൾഡ് ഡൗൺ കൺട്രോൾ ആൻഡ് ക്ലിക്ക് എനി വേർ ഇൻ ദി സെൻറ്റൻസ്. അതായത് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ സെൻറ്റൻസിൽ എവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ പാരഗ്രാഫിൻ്റെ നെക്സ്റ്റ് ആയിട്ട് കിടക്കുന്ന ഡബിൾ ക്ലിക്ക് ഇൻ ദി സെലക്ഷൻ ബാർ നെക്സ്റ്റ് ടു ദി പാരഗ്രാഫ്. പിന്നെ നമ്മളെ സെലക്ഷൻ ബാറിൻ്റെ പാരഗ്രാഫിൻ്റെ അടുത്തായിട്ട് കിടക്കുന്ന സെലക്ഷൻ ബാറിനെ എന്ത് ചെയ്താൽ മതി, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് മൾട്ടിപ്പിൾ പാരഗ്രാഫ് ആണെങ്കിലോ സെലക്ഷൻ ബാർ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തതാണ് കോപ്പിയിങ് ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് എങ്ങനെ കോപ്പി ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. കോപ്പി ടെക്സ്റ്റ് ഈസ് എ വെരി യൂസ്ഫുൾ ഫംഗ്ഷൻ ഓഫ് ദി MS വേർഡ്. അതായത് നമുക്ക് സെയിം ക്യാരക്ടറോ സെയിം വേർഡോ അല്ലെങ്കിൽ സെയിം ബ്ലോക്കോ നമുക്ക് ഡിഫറെൻറ്റ് പ്ലേസസിൽ ആ ഡോക്യുമെൻറ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്ലേസസിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കോപ്പിയിങ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വെരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് MS വേർഡിൽ. അപ്പോൾ അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സെലക്ട് ചെയ്യണം. നമുക്ക് മൗസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കീബോർഡിലെ ഷിഫ്റ്റോ കൺട്രോൾ കീ ഒക്കെ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ മേലെ പറഞ്ഞു, അത് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ടൂൾ ബാറിൽ അല്ലെങ്കിൽ ഡ്രാഗ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ കോപ്പി ചെയ്യാവുന്നതാണ്. Once you have selected the text, you have to click on the copy button from the toolbar and then put the cursor to the new location and then click on the paste button. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടൂൾ ബാറിൽ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആവും. എന്നിട്ട് നമുക്കത് എവിടെയാണോ കൊണ്ടുപോയി ആ ഒരു സാധനം നമ്മൾ എവിടേക്കാണോ കോപ്പി ചെയ്യുന്നത് ആ ഒരു ന്യൂ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് കഴ്സർ എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ കോപ്പി ചെയ്ത ടെക്സ്റ്റ് അവിടെയും കൂടെ വന്നോളും, പേസ്റ്റ് ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അൺഡു റിപ്പീറ്റ് ആണ്. അൺഡു റിപ്പീറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അൺഡു ആൻഡ് റെഡോ ഓപ്ഷൻസ് ആർ യൂസ്ഡ് ടു ക്യാൻസൽ ദി പ്രീവിയസ് കമാൻഡ് ടു റിപ്പീറ്റ് ദി പ്രീവിയസ് കമാൻഡ് റെസ്പെക്റ്റീവ്ലി. അൺഡു റെഡോ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു, പ്രീവിയസ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് വീണ്ടും എടുക്കണമെങ്കിൽ നമ്മൾ അൺഡു ക്ലിക്ക് ചെയ്യുക. ആൻഡ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, റിപ്പീറ്റും ക്ലിക്ക് ചെയ്താൽ മതി. The undo and redo actions can be performed through the quick access toolbar by clicking on the icon shown in the figure below. നമ്മൾ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കാണുന്നതാണ് ഈ അണ്ടു റെഡോയും. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സാണ് അവിടെ തന്നിട്ടുള്ളത്. അണ്ടു ആൻഡ് റെഡോ ഈ രണ്ട് ആരോ മാർക്കുകൾ കേട്ടോ. അപ്പോൾ അത് നോക്കാം, അത് ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ടെക്സ്റ്റ് ആണ്. അതായത് ഇതും നമ്മുടെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വേർഡ് അതിനെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫൈൻഡ് ചെയ്യാനുള്ളതും അതുപോലെ ഒരേ വേർഡ് റീപ്ലേസ് ചെയ്യാൻ, ഒരു വേർഡ് മറ്റൊരു വേർഡായിട്ട് റീപ്ലേസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദി ഷോർട്ട് കട്ട് കീ ടു യൂസ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ബട്ടൺ ഈസ് Ctrl+F. കീബോർഡിലെ Ctrl+F ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് വിൻഡോ വിൽ അപ്പിയർ ഇൻ ദി ആസ് ഇൻ ദി ഫിഗറിലുള്ള പോലെ വരും. ഓൺ ക്ലിക്ക് ദി റീപ്ലേസ് ഓപ്ഷൻ ഫോളോയിങ് ഡയലോഗ് ബോക്സ് വിൽ അപ്പിയർ. നമ്മൾ റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഫോളോയിങ്
എന്താ പറയുക വിൻഡോ ആണ് വരിക. To use the find and replace function, the following actions are required. In the find text box, you have to type the word you want to search in the document. നമുക്ക് ഡോക്യുമെൻറ്റിൽ സെർച്ച് ചെയ്യേണ്ട വേർഡ് നമ്മൾ ഫൈൻഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. Now you have to click on the find next. Find nextൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. To replace the text, click on the replace button. Type the text you want to replace with. നമ്മൾ ഫൈൻഡ് ചെയ്ത വേർഡിന് പകരം എന്താണോ റീപ്ലേസ് ചെയ്യേണ്ടത് അത് അവിടെ കൊടുക്കുക. Click on replace or replace all as per requirement. Click on the close to resume editing. Okay. അപ്പോൾ അത്രയും. അത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ ഫോർമാറ്റിംഗ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് യൂണിറ്റ് 10 ആണ്, വർക്കിംഗ് വിത്ത് വേർഡ് പ്രോസസ്സിംഗ്. വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് 9 പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെ ഒരു വേർഡ് പ്രോസസ്സിംഗ് ഫയൽ ഉണ്ടാക്കാം അതൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. എന്നിരുന്നാലും MS വേർഡിൽ എങ്ങനെ എക്സിസ്റ്റിംഗ് ഫയലിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം, പുതിയൊരു ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതുപോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ MS ഡോക്യുമെൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകളിൽ MS ഓഫീസിൻ്റെ MS വേർഡ് മോസ്റ്റ് പോപ്പുലാരിറ്റി നേടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടെയാണ്. ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടെയാണ് നമ്മൾ MS വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ MS വേർഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സും അതുപോലെ ഒരു പുതിയ ഒരു ഫയൽ വന്നാൽ എങ്ങനെ എടുക്കാം, ഒരു എക്സിസ്റ്റിംഗ് ഫയലിനെ എങ്ങനെ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ഗൂഗിൾ ഡോക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഗൂഗിൾ ഡ്രൈവിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതും നമ്മുടെ MS ഓഫീസും തമ്മിലുള്ള കമ്പാരിസൺ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ഫയൽ മാനേജ്മെൻറ്റ് ഇൻ വേർഡാണ്. വേർഡിലെ ഫയൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. ആസ് ഓഫ് നൗ യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ മോസ്റ്റ് ഓഫ് ദി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് MS വേർഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ MS വേർഡിൻ്റെ കുറേ ബേസിക് ഫീച്ചേഴ്സ് പറഞ്ഞതാണ്. അപ്പോൾ അതായിട്ട് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം ഫസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മളെ വേർഡിലൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, എവിടെ നിന്നാണ് വേർഡ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ പറയുന്നത്. ബൈ ഡിഫോൾട്ട് എ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ഓപ്പൺ വെൻ യു ലോഞ്ച് ദി MS വേർഡ്. നമ്മൾ MS വേർഡ് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഒരു ഫയൽ മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ഡോക്യുമെൻറ്റ്. നമ്മളൊരു സ്വന്തമായിട്ടൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ MS വേർഡ് 2010 ഒരുപാട് ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് മേലെ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഭയങ്കര ഈസിയാണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ഫയൽ ടാബ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഫയൽ ടാബിൽ പോയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് കോളത്തിൽ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു വിൻഡോ ആണ് ഫിഗർ 10.1 കാണിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂ ഡോക്യുമെൻറ്റ് വിൻഡോ ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ. ഇനി അതല്ല, നമ്മൾ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഡോക്യുമെൻറ്റിനെ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ച കാര്യത്തിന് ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് സെക്കൻഡ് ടോപ്പിക്, ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഫയൽ. നമുക്ക് എന്ത് ചെയ്താൽ മതി? അതേ ഫയലിൽ പോയിട്ട് ഫയൽ ടാബിൽ പോയിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പണിൽ നമ്മൾ ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അതിൻ്റെ പിക്ചറാണ് ഫിഗർ 10.2 കൊടുത്തിട്ടുള്ളത്. യു ക്യാൻ നൗ ബ്രൗസ് ത്രൂ ദി കമ്പ്യൂട്ടർ ടു ലൊക്കേറ്റ് യുവർ ഫയൽ വിത്ത് യു വാണ്ട് ടു ഓപ്പൺ.
Once you have selected the file, you have just click open button at the right bottom to finally open the file. Okay. അപ്പോൾ എങ്ങനെയാണ് ഫിഗർ 10.3 നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ 10.2 ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രൗസ് ചെയ്യാൻ നമ്മുടെ ഫയൽ എക്സിസ്റ്റിംഗ് ഫയൽ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഫയൽ ബ്രൗസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള റൈറ്റ് സൈഡിൽ റൈറ്റ് ബോട്ടത്തിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ഓപ്പണായി വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് സേവിങ് ഫയൽ ഓപ്ഷൻ 1. നമുക്ക് ഓൾറെഡി നമ്മുടെ ന്യൂ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം എന്തായാലും എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അപ്പം നമ്മൾ സേവ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. അതിൽ ഓപ്ഷൻ 1 എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഫയൽ ടാബിൽ ഫയൽ ടാബിൽ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫിഗറാണ് 10.4 കാണുന്നത്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് ഫയൽ ടാബിൽ സേവ് ബട്ടൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫയലിനെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. Save option is used to store your work in the computer's memory so that you can access your work in the future. It's a good habit to save your work every time you edit your content in the file. നമ്മൾ ഫയലിൽ ഓരോ കണ്ടൻറ്റും നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ അത് എടുക്കെടുക്ക് സേവ് ചെയ്യുന്നത് നല്ലൊരു ഹാബിറ്റാണെന്നാണ് പറയുന്നത്. സിസ്റ്റത്തിന് എന്തെങ്കിലും ഫെയിലിയറോ പവർ ഓഫ് വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ സേഫ് ആയിരിക്കും. MS Word offers 2 different options to save your file. Either you can file tab and save your work in use the save option, or else you can use the save button available in the quick access toolbar. നമുക്ക് ഫയൽ ടാബിൽ പോയിട്ട് സേവ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ മേലെയായിട്ട് സേവ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫയൽ സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യാനുള്ള സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ആസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സേവ് ആസ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. MS Word offers you can option through which you can create a duplicate file or a replica of your existing Word file. You can do so using save as option file ടാബിൽ നിന്ന് സേവ് ആസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയലിൽ സേവ് ആയിക്കോളും. You have to click the Save As button of the dialog box. To another dialog box will appear where you choose a different name for your file and select the location where you wish to save your file in the file. അപ്പോൾ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത ഫയലാണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം ഫയൽ സേവ് അല്ലെങ്കിൽ ക്വിക്ക് ആക്സസ് ബാറിന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഒന്നുകൂടെ സേവ് ആകും. അതായത് നമ്മൾ എന്തൊക്കെയാണോ മോഡിഫിക്കേഷൻ വരുത്തിയത് അതും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫയൽ നമുക്ക് കിട്ടും, സേവ് ആക്കാൻ വേണ്ടി പറ്റും. എന്നാൽ സേവ് ആസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പേര് മാറ്റാൻ വിചാരിച്ചിട്ടുണ്ട്, അതായത് ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത ഫയലിൻ്റെ പേര് മാറ്റാൻ വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ന്യൂ ഫയൽ ഡോക്യുമെൻ്റ് റെഡി ആക്കിയിട്ട് അതിനൊരു പേര് കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സേവ് ആസ്. ഫയലിൽ സേവ് ആസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഓൾറെഡി പേര് കൊടുത്തതാണെങ്കിൽ ആ പേര് ചേഞ്ച് ചെയ്യാനും നമ്മൾ സേവ് ആസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സേവ് ആസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കാണുന്ന പോലെ 10.6 ഫിഗർ 10.6 നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ ഫയൽ നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്, അവിടെയാണ് നമ്മൾ നെയിം കൊടുത്തിട്ട് റൈറ്റ് ബോട്ടത്തിൽ സേവ് ബട്ടൺ കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ നമ്മൾ കൊടുത്ത പേരിൽ സേവ് ആവും, മെമ്മറിയിലോട്ട് സേവ് ആവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓട്ടോ സേവിങ് ഡോക്യുമെൻ്റ് ആണ്. ഓട്ടോ സേവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എന്താണ് പീരിയോഡിക്കലി നമ്മുടെ ഫയൽ MS Wordൽ എപ്പോഴും സേവ് ചെയ്യുന്നത് നമുക്ക് എന്താണ് ഭയങ്കര സേഫ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുകയാണെങ്കിൽ അതെന്താണ് കുറച്ചും കൂടെ ബെറ്ററാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ട, അഥവാ മറന്നു പോയാലും അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സേവ് ആയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മറന്നു പോയാലും ആ ഡോക്യുമെൻറ്റ് അതേപോലെ അവിടെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ സേവ് ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പീരിയോഡിക്കലി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ സേവ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓട്ടോ സേവ് ആക്കി വെക്കുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫയൽ മെനുവിൽ സേവ് ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന പോലെ 10.7 കാണുന്ന പോലെ ഒരു വിൻഡോ ആണ് വരിക. അവിടെ
സേവ് ഓട്ടോ ബട്ടൺ ഇൻഫോർമേഷൻ എവറി 10 മിനിറ്റ്സോ അല്ലെങ്കിൽ ടൈം നമുക്ക് കൊടുക്കാം. അപ്പോൾ എവറി 10 മിനിറ്റ്സാണ് കൊടുക്കുന്നതെങ്കിൽ എവറി 10 മിനിറ്റ്സിൽ നമ്മുടെ ഫയൽ ഇങ്ങനെ ഓട്ടോ സേവ് ആവും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈം അവിടെ ചൂസ് ചെയ്യാം. അതുപോലെ കീപ് ദി ലാസ്റ്റ് ഓട്ടോ സേവ്ഡ് വേർഷൻ ഇഫ് ഐ ഡു വിത്തൗട്ട് സേവ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫയൽ ഓട്ടോ സേവിലോട്ട് മാറ്റാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫയൽ ടാബ് വിത്ത് റിസെൻറ്റ് ഓപ്ഷൻ. റിസെൻറ്റ് ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമുക്ക് ക്വിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വിക്ക് ഓപ്ഷൻ ടു ആക്സസ് യുവർ അതർ ഡോക്യുമെൻറ്റ്, നമ്മളെ മറ്റു ഡോക്യുമെൻറ്റ്സൊക്കെ ക്വിക്ക്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് റിസെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഓൾറെഡി ആ ഫയലിന് മുന്നേ ഓപ്പൺ ആക്കിയിട്ടുള്ള ഡോക്യുമെൻ്റൊക്കെ നമുക്ക് റിസെൻറ്റ് ഓപ്ഷനിൽ കാണാൻ വേണ്ടി പറ്റും. യു ക്യാൻ ഓൾസോ റിക്കവർ ദി ഫയൽ ബൈ ക്ലിക്കിംഗ് ഓൺ ദി റിക്കവർ അൺസേവ്ഡ് ഡോക്യുമെൻറ്റ് ഓപ്ഷൻ ടു ദി ബോട്ടം ഓഫ് ദി പേജ് ഇഫ് യു ഹാവ് ആക്സിഡൻ്റലി ഡിലീറ്റ് ഡോക്യുമെൻറ്റ്. അതായത് നമ്മൾ അബദ്ധവശാൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഡിലീറ്റ് ആക്കി പോയി, പക്ഷേ നമുക്ക് ആ ഡോക്യുമെൻ്റ് ആവശ്യമുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, റിക്കവർ അൺസേവ്ഡ് ഡോക്യുമെൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫയൽ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സേവ് ആൻഡ് എക്സിറ്റ് ആണ്. The save function stores all your work in the computer memory and can be used in the future. ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാം. The save option available in the file menu can be used to store the document. നെക്സ്റ്റ് വരുന്നത് ക്വിറ്റിംഗ് വേർഡ് ആണ്. Once you are done with your word processing activity, you can come out of the MS Word by clicking in the exit option available in the file menu. ഫയൽ മെനുവിൽ എക്സിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഓപ്ഷനാണ് വരിക. The MS Word will automatically display a dialog box and ask whether you want to save your work before exiting. You can click on the save button, which would make you exit the MS Word with all your data saved. അതായത് നമ്മൾ ഒരിക്കൽ എക്സിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ മെനുവിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും എക്സിറ്റ് അല്ലെങ്കിൽ ക്ലോസ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഒരു ഡയലോഗ് ബോക്സ് കാണിച്ചിട്ട് അതിൽ ചോദിക്കും നിങ്ങളെ ഫയൽ ഈ സേവ് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫയലാണെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫയൽ. നെക്സ്റ്റ് വരുന്നത് പ്രിവ്യൂ ആൻഡ് പ്രിൻറ്റിങ് എ ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു പ്രിവ്യൂ കാണുക അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഉള്ള ഓപ്ഷനാണ് പ്രിൻ്റ് പ്രിവ്യൂ ആണ് ഫസ്റ്റ് വരുന്നത്. പ്രിൻ്റ് പ്രിവ്യൂ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ വെൻ യു ക്ലിക്ക് ഓൺ ദി പ്രിൻ്റ് ടാബ്. പ്രിൻ്റ് ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് പ്രിവ്യൂ വരും. അതായത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രിൻ്റ് റിലേറ്റഡ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ആദ്യം അതിൻ്റെ പ്രിവ്യൂ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫയൽ ടാബിൽ പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു ഗോ ബാക്ക് യുവർ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ദി ഫയൽ ടാബ്. അതായത് നമ്മുടെ ഫയൽ ടാബിനകത്ത് പ്രിൻ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഡോക്യുമെൻറ്റിലോട്ട് തന്നെ തിരിച്ചു പോകണമെങ്കിൽ ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എ പ്രിവ്യൂ ഓഫ് യുവർ ഡോക്യുമെൻറ്റ് ഓട്ടോമാറ്റിക്കലി അപ്പിയേഴ്സ്. ടു വ്യൂ ഈച്ച് പേജ് ക്ലിക്ക് ദി ആരോസ് ബിലോ ദി പ്രിവ്യൂ. അപ്പോൾ നമ്മളെ പ്രിവ്യൂ ഓട്ടോമാറ്റിക്കലി അവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ നമുക്ക് എല്ലാ പേജസും കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, താഴെയുള്ള ആരോ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പേജും കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ആണ്. ദി പ്രിൻ്റ് ടാബ് ഈസ് ദി പ്ലേസ് ടു ഗോ ടു ദി മേക്ക് ഷുവർ യു പ്രിൻറ്റിങ് വാട്ട് യു വാണ്ട്. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് അതിൻ്റെ ഹാർഡ് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് പ്രിൻ്റ് എന്ന് പറയുന്നത്. ക്ലിക്ക് ഫയൽ ടാബ്, ക്ലിക്ക് ദി പ്രിൻറ്റ് കമാൻഡ് ടു പ്രിൻ്റ് എ ഡോക്യുമെൻറ്റ്, ക്ലിക്ക് ദി പ്രിൻറ്റ് ബട്ടൺ ടു പ്രിൻറ്റ് യുവർ ഡോക്യുമെൻറ്റ്. This drop down shows the currently selected printer.
ക്ലിക്കിംഗ് ദി ഡ്രോപ്പ് ഡൗൺ വിൽ ഡിസ്പ്ലേ അതർ അവൈലബിൾ പ്രിൻറ്റേഴ്സ്. അതായത് നമ്മൾ പ്രിൻറ്റ് ബട്ടൺ ഫയൽ ടാബിൽ പ്രിൻറ്റ് കമാൻഡ് ക്ലിക്ക് ചെയ്ത് പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ് ഷോ ചെയ്യുക. അതായത് നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രിൻ്ററുകളുടെയും ഒരു ലിസ്റ്റ് വരും. അതിൽ നിന്ന് ഏത് പ്രിൻ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ സെലക്ട് ചെയ്ത് പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഹാർഡ് കോപ്പി നമുക്ക് കിട്ടും. ഓക്കെ, ദീസ് ഡ്രോപ്പ് ഡൗൺ മീൻസ് ഷോ കറൻ്റ്ലി സെലക്റ്റഡ് സെറ്റിംഗ് റാദർ ദാൻ ജസ്റ്റ് ഷോയിങ് യു ദി നെയിം ഓഫ് എ ഫീച്ചർ. These drop-down menus show you what the status of feature in its described. This can help you to figure out if you want to change the setting from what you have. അതായത് ഈ ഡ്രോപ്പ് ഡൗണിൽ പ്രിൻ്ററുകളുടെ ലിസ്റ്റ് മാത്രമല്ല ഉണ്ടാവുക. നമുക്ക് എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ, അതായത് പ്രിൻ്റ് സെറ്റിങ്ങിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുത്തണമെങ്കിൽ അപ്പം നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ക്യാരക്ടർ ഫോർമാറ്റിംഗ് ആണ്. ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈല്, കളറ് അതൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർമാറ്റിംഗ് ദി ക്യാരക്ടർ എന്ന് പറയാം. ഇറ്റ്സ് ആൾസോ ഇൻക്ലൂഡ്സ് അപ്പിയറൻസ് ഓഫ് ക്യാരക്ടർ ബൈ ചേഞ്ചിങ്. അതായത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ടെക്സ്റ്റിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ അപ്പിയറൻസ്, ഫോണ്ട് സ്റ്റൈൽ പോലുള്ള അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്യാരക്ടർ ഫോർമാറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MS വേർഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ക്യാരക്ടേഴ്സിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ക്യാരക്ടർ ഫോർമാറ്റിംഗ് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ആക്കിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ക്യാരക്ടേഴ്സ് ഫോർമാറ്റ് ചെയ്യാം. ഒന്ന് ബൈ പ്രസ്സിങ് Ctrl+D ഷോർട്ട് കട്ട് കീ, അതായത് കീബോർഡിലെ Ctrl+D ക്ലിക്ക് ചെയ്താലും, അതുപോലെ യൂസിങ് ഫോൺ ഗ്രൂപ്പ് ഇൻ ഹോം ടാബിലെ നമ്മുടെ ഫോൺ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ ഫോർമാറ്റിങ്ങിനുള്ള എല്ലാ ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. അതിൽ ഓരോ ഫോർമാറ്റിംഗ് ടാഗിൻ്റെയും ഐക്കൺ കൊടുത്തിട്ടുണ്ട്, ഫോർമാറ്റിംഗ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐക്കൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, ടു ചേഞ്ച് ദി ഫോൺ യു ക്യാൻ സെലക്ട് ദി ടെക്സ്റ്റ് ആൻഡ് ഗോ ടു ദി ഫോൺ ഗ്രൂപ്പ് ഇൻ ഹോം ടാബ്. എ ഡയലോഗ് വിൽ അപ്പിയർ ആസ് ബിലോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ഫോർമാറ്റിംഗ് വരുത്തണമെങ്കിലും നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഹോമിലെ ഫോൺ ഗ്രൂപ്പിൽ നിന്ന് ഏത് ഫോർമാറ്റിംഗ് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ചേഞ്ചിങ് കളർ, സൈസ്, ഫോണ്ട് എക്സെട്ര. ഇപ്പോൾ നമ്മൾ യു ക്യാൻ യൂസ് എനി ഓഫ് ദി ഫോണ്ട് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫോണ്ട്സ്. ഒരുപാട് ഫോണ്ടിൻ്റെ സ്റ്റൈലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ലിസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾസിൽ കാണാൻ വേണ്ടി പറ്റും. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ടൈംസ് ന്യൂ റോമൻ ഫോണ്ടിൽ എഴുതിയത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ കൊറിയർ ന്യൂവിൽ എഴുതിയതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ ബ്രിട്ടാനിക്ക ബോൾഡിൽ എഴുതിയതാണ് തേർഡ് വൺ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈൽ നമുക്ക് അതിൽ നിന്ന് ഫോണ്ട് ഫാമിലി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിലാണ് സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സൈസ് 12 കൊടുത്തിട്ടുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ സൈസ് 18, തേർഡ് വൺ സൈസ് 24. ഓക്കെ, ആൾസോ മോർ ഓപ്ഷൻസ് ഫോർ ഫോർമാറ്റിംഗ് ചേഞ്ച്. നമ്മുടെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സെലക്ട് ചെയ്തിട്ടുള്ള ഫോൺസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ബോൾഡ് ചെയ്യാം. ബോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ തിക്നെസ് കൂട്ടാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് B എന്ന ടാഗാണ്, ഐക്കണാണ്. ബോൾഡ് ഫേസ് സ്റ്റൈൽ. ടു മേക്ക് എനി ക്യാരക്ടർ ഓർ വേർഡ് ബോൾഡ് ഫേസ് യു ഹാവ് ടു സെലക്ട് ദി ക്യാരക്ടർ ഓർ വേർഡ് ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ ദി ബോൾഡ് ഐക്കൺ ഫ്രം ദി ടൂൾ ബാർ. സെക്കൻഡ് വൺ ഇറ്റാലിക്സ്. കുറച്ച് ചെരിച്ചിട്ട് നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐക്കൺ യൂസ് ചെയ്താൽ മതി. അത് ഇറ്റാലിക് ഐക്കൺ ടൂൾ ബാറിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. തേർഡ് വൺ നമുക്ക് അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ ആർക്കാണോ അണ്ടർലൈൻ കൊടുക്കേണ്ടത് ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം യു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഐക്കൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാവുന്നതാണ്.
നമുക്ക് എന്ത് ചെയ്യാം, ബോൾഡ്, ഇറ്റാലിക്കും അണ്ടർലൈനും ഒക്കെ നമ്മൾ ഒരു വട്ടം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓണും ഓഫും ചെയ്യാൻ നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യുന്നത്, ആ ഐക്കൺ തന്നെയാണ് യൂസ് ചെയ്യുക. നമുക്ക് ബോൾഡ് ഫേസും ഇറ്റാലിക്കും അണ്ടർലൈനും നമ്മൾ അഥവാ ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ആ ഒരു ഫോർമാറ്റിങ്ങിലായിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അണ്ടർലൈൻ കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ്. സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൻ്റെ 1 ഇട്ടിട്ട് മേലെ സ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 31st എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ മേലെ കൊടുക്കുന്ന ആ കുഞ്ഞ് ഫോണ്ട് സൈസിൽ കൊടുക്കുന്ന ST, അല്ലെങ്കിൽ മേലെ കൊടുക്കുന്ന ആ ഒരു നിങ്ങൾക്ക് എക്സാമ്പിൾസിൽ കാണാൻ പറ്റും 15th എന്നൊക്കെ പറയുന്നുണ്ട്. 15th TH ചെറുതായിട്ട് വരാൻ വേണ്ടിയിട്ട്, മേലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഏതിലാണോ അങ്ങനെ വരേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരും. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ വരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ H2SO4 എന്നൊക്കെ എഴുതുമ്പോൾ H2O എന്നൊക്കെ എഴുതുമ്പോൾ 2 താഴെ കുഞ്ഞ് 2 ആയിട്ട് താഴെ Hൻ്റെ താഴെയല്ലേ ഉണ്ടാവുക. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, സൂപ്പർ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും T ചെറുതായിട്ട് താഴെ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുക. നെക്സ്റ്റ് വരുന്നത് ലൈൻ സ്പേസിംഗ് ആണ്. ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാരഗ്രാഫ് ഗ്രൂപ്പോ അല്ലെങ്കിൽ പാരഗ്രാഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈൻസിൻ്റെ ഇടയിൽ എത്രത്തോളം ഗ്യാപ്പ് വേണം, എത്രത്തോളം സ്പേസ് വേണം എന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. The line spacing plays a very important role in formatting the letter or any other matter. You can adjust the line spacing as per the need by clicking the paragraph group in the home tab. Home tabലെ paragraph ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ്, അതായത് 1.1 ലൈൻ സ്പേസ് വേണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് 1.1 സെൻറ്റിമീറ്റർ സ്പേസ് മതി അവർ തമ്മിൽ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ സ്പേസ് മതി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയുക, ഇതിന് ലൈൻ സ്പേസിങ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദി സിംഗിൾ ഓർ ഡബിൾ ലൈൻ സ്പേസിങ് ക്യാൻ ബി സെലക്റ്റഡ് ആസ് പെർ ദി റിക്വയർമെൻറ്റ്. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് സിംഗിൾ സ്പേസ് ടെക്സ്റ്റിംഗ് ആൻഡ് ഡബിൾ സ്പേസ് ടെക്സ്റ്റിങ്ങും നമുക്ക് താഴെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. സിംഗിൾ ലൈൻ സ്പേസിങ്ങിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നോൺ IGNOU is a central university located at Maiduguri, New Delhi, India, named after former പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ദിരാഗാന്ധി. അതൊരു എക്സാമ്പിളായിട്ടാണ് കൊടുത്തത്. ഫസ്റ്റ് വൺ സിംഗിൾ ലൈൻ സ്പേസിങ്ങും സെക്കൻഡ് വൺ ഡബിൾ ലൈൻ സ്പേസിങ്ങുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് ചെയ്തതാണത്. നെക്സ്റ്റ് വൺ അലൈൻമെൻറ്റ്. നമ്മുടെ ടെക്സ്റ്റ്, നമ്മുടെ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക അല്ലേ. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്നല്ലേ തുടങ്ങുക. അത് നമുക്ക് റൈറ്റിലോ അല്ലെങ്കിൽ സെൻറ്ററിലോ വരണമെങ്കിൽ, നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റ് ടൂൾ യൂസ് ചെയ്താൽ മതി. 4 ഓപ്ഷനാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ ഫിഗറിൽ കാണാം. 4 ഓപ്ഷൻസാണ് ഉള്ളത്. ലെഫ്റ്റ്, റൈറ്റ്, ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റ് ആണ് കേട്ടോ. ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈഡ്. ഓക്കെ, ലെഫ്റ്റ് അലൈനിങ് ടെക്സ്റ്റ് ആണെങ്കിൽ ടു ഹാവ് ദി ലെഫ്റ്റ് അലൈൻമെൻറ്റ്, അതായത് നമ്മുടെ സെലക്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ലെഫ്റ്റിൽ വരാൻ വേണ്ടിയിട്ടും, റൈറ്റ് അലൈൻമെൻറ്റ് സെലക്ട് ചെയ്ത ടെക്സ്റ്റ് റൈറ്റിൽ വരാൻ വേണ്ടിയിട്ടും, നമ്മുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് സെൻറ്ററും, അതുപോലെ ജസ്റ്റിഫിക്കേഷൻ. വൺസ് ദി അലൈൻമെൻറ്റ് ഈസ് ഡൺ ദി പാരഗ്രാഫ് ക്യാൻ ബി ജസ്റ്റിഫൈഡ് യൂസിങ് ജസ്റ്റിഫിക്കേഷൻ ടൂൾ. ഒരു വട്ടം അലൈൻ ചെയ്താൽ ആ ഒരു ഇതിൽ തന്നെ മറ്റതൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റിഫൈഡും യൂസ് ചെയ്യുന്നതാണ്. ടു ജസ്റ്റിഫൈ ദി പാരഗ്രാഫ് യു ഹാവ് ടു സെലക്ട് ദി പാരഗ്രാഫ് ഫസ്റ്റ് ആൻഡ് ദെൻ സെലക്ട് വൺ ജസ്റ്റിഫൈ ഐക്കൺ ഫ്രം ദി ഫോർമാറ്റിംഗ് ടൂൾ ബാർ. നെക്സ്റ്റ് വരുന്നത് ബോർഡർ ആൻഡ് ഷെയ്ഡിംഗ് ആണ്. ബോർഡർ ആൻഡ് ഷെയ്ഡിങ്ങിൽ നമുക്ക് ഡോക്യുമെൻറ്റിനകത്ത് ബോർഡർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, ഡോക്യുമെൻറ്റ് മോർ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബോർഡറും ഷെയ്ഡിങ്ങും ഒക്കെ. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ബോർഡേഴ്സ് ആയാൽ ദി ബോർഡർ ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദി എൻ്റയർ പേജ് ഓർ എനി സ്പെസിഫിക് പാരഗ്രാഫ് ഇൻ യുവർ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് പേജിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഏത് പാരഗ്രാഫിൻ്റെ കൂടെ വേണമെങ്കിലും ബോർഡർ കൊടുക്കാം. യു ക്യാൻ അപ്ലൈ ബോർഡർ ത്രൂ ബോർഡർ ടൂൾ ബാർ ആസ് ഓൺ ദി ഫിഗർ. നമുക്ക് ഫിഗറിൽ കാണുന്ന പോലെ ബോർഡർ
ബോർഡർ ടൂൾ ബാർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ്, ബോർഡർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ ബോർഡർ ലൈനിൻ്റെ തിക്നെസ് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബോർഡർ ടൂൾ ബാറിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് തിക്നെസ്സും, നമുക്ക് ബോർഡർ ലൈന് വേണ്ടിയിട്ടുള്ള ഡിസൈഡ് തിക്നെസ്സും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഷെയ്ഡിംഗ് ആണ്. ഷെയ്ഡിംഗ് ലൈക്ക് ബോർഡേഴ്സ്. ഷെയ്ഡിംഗ് ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ടു ദി ഡോക്യുമെൻറ്റ്. ബോർഡർ പോലെ നമുക്ക് ഷെയ്ഡിങ്ങും അപ്ലൈ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദി എൻറ്റയർ പേജ് ഓർ എ സ്പെസിഫിക് പാരഗ്രാഫ്. ഒരു എൻറ്റയർ പേജിന് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിനോ നമുക്ക് എന്തെങ്കിലും കളർ വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഷെയ്ഡിംഗ്. ദി ഷെയ്ഡിംഗ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു മേക്ക് യുവർ കണ്ടൻറ്റ് മോർ നോട്ടിസബിൾ ഇൻ ദി ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. യു ക്യാൻ യൂസ് ഷെയ്ഡിംഗ് ടൂൾ ബാർ ടു എക്സ്പ്ലോർ വേരിയസ് ഷെയ്ഡിംഗ് ഓപ്ഷൻ അവൈലബിൾ യു ടു ഡെപ്ലിക്കേറ്റ് ദി ഫിഗറിലുള്ള പോലെ വേരിയസ് ഷെയ്ഡിംഗ് ഓപ്ഷൻസും ബോർഡേഴ്സ് ഓപ്ഷൻസും താഴെ ഫിഗർ 10.80 കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുക. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ഷെയ്ഡിങ്ങും അതുപോലെ ബോർഡേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പേജ് ബ്രേക്കാണ്. പേജ് ബ്രേക്ക് എന്താ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേജ് തീർന്നു. അപ്പോൾ നമുക്കൊരു പേജ് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോഫ്റ്റ് പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പുതിയ ഒരു പേജ് ബ്രേക്ക് ചെയ്യുന്നതിനെ നമ്മൾ ഹാർഡ് പേജ് ബ്രേക്ക് എന്ന് പറയും. അപ്പോൾ ഒരു പുതിയ പേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ കേഴ്സർ എവിടെയാണോ നമുക്ക് പുതിയ പേജ് വരേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ആ പേജ് ബ്രേക്ക് Ctrl+, എൻ്റർ അടിച്ചാലും മതി. അല്ലെങ്കിൽ ഇൻസേർട്ട് ടാബിൽ പേജ് ബ്രേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കേഴ്സർ കൊണ്ടുപോയി വെച്ചിട്ടുള്ള ആ ലൊക്കേഷനിൽ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ആയി വരുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ആ പേജ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി, ബാക്ക് സ്പേസ് ഓർ ഡിലീറ്റ് കീ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേജ് റിമൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോളം. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന പോലെ കോളം വൈസിൽ വരണമെങ്കിൽ അതിന് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, പിന്നെ പേജ് ലേഔട്ടിലെ കോളം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ള കോളംസ് നിങ്ങൾക്ക് 10.90 കാണാൻ പറ്റും. വേരിയസ് ടൈപ്സ് ഓഫ് 1 കോളായിട്ടാണോ 2 കോളായിട്ടാണോ 3 കോളായിട്ടാണോ ലെഫ്റ്റ് ആയിട്ടാണോ റൈറ്റ് ആയിട്ടാണോ കോളം വരേണ്ടത്, എല്ലാ ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള നമ്പർ ഓഫ് കോളംസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഡോക്യുമെൻറ്റ് കോളംസ് ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്പിയറൻസ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ചേഞ്ച് കേസാണ്. അതായത് നമ്മുടെ ലോവർ കേസ് വേണോ, അപ്പർ കേസ് വേണോ, ക്യാപിറ്റലൈസ് ഫോർ ഈച്ച് വേർഡ് വേണോ, ടോഗിൾ കേസ് വേണോ, ഏത് കേസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്കാണോ കേസ് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അവരെ സെലക്ട് ചെയ്തിട്ട് ഹോം ബട്ടണിലെ ചേഞ്ച് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 10.20 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് കേസസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് കേസ് ദിസ് ഓപ്ഷൻ വിൽ മേക്ക് ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് സെൻറ്റൻസ് ഇൻ അപ്പർ കേസ്. അതായത് സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, എല്ലാ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ നമ്മൾ എന്താക്കി കൊടുക്കും, ക്യാപിറ്റൽ ലോവർ അപ്പർ കേസ് ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് സെൻറ്റൻസ് കേസ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ലോവർ കേസിൽ എന്താണ്, ഇഫ് യു സെലക്ട് ദി ലോവർ കേസ് ഓപ്ഷൻ ഓൾ ദി ക്യാരക്ടേഴ്സ് ഓഫ് ദി സെലക്ടഡ് ടെക്സ്റ്റ് വുഡ് ബി ചേഞ്ച്ഡ് ടു ലോവർ കേസ്. അതായത് നമ്മൾ ആരെയാണോ, അതായത് ഏത് പാരഗ്രാഫിനോ അല്ലെങ്കിൽ ഏത് വേർഡിനെയാണോ ലോവർ കേസ് ആക്കേണ്ടത് അതിനെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു പോർഷൻ മാത്രം ഫുൾ സ്മോൾ ലെറ്ററിൽ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോവർ കേസ്. സെയിം ആസ് അപ്പർ കേസ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഫുൾ അപ്പർ കേസിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പർ കേസ് യൂസ് ചെയ്യും. അതുപോലെ ടൈറ്റിൽ കേസ് മേക്സ് ദി ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ഈച്ച് വേർഡ് ഇൻ ദി അപ്പർ കേസ്. എല്ലാ വേർഡിൻ്റെയും ഫസ്റ്റ് ക്യാരക്ടർ അപ്പർ കേസിൽ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ടൈറ്റിൽ കേസ് എന്ന് പറയുന്നത്. ടോഗിൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ദ ടോഗിൾ കേസ് മേക്സ് ഓൾ ദി ലോവർ കേസ് ക്യാരക്ടർ ഇൻ ടു അപ്പർ കേസ്. അതായത് എല്ലാ ലോവർ കേസിനെയും അപ്പർ കേസിലേക്ക് മാറ്റാനും ആൻഡ് ഓൾ ദി അപ്പർ കേസ് ക്യാരക്ടർ ഇൻ ടു ദി ലോവർ കേസ്, എല്ലാ അപ്പർ കേസിനെയും ലോവർ കേസിലേക്ക് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടോഗിൾ കേസ്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള പാരഗ്രാഫിൽ നിന്നും അപ്പർ കേസിലുള്ളത് ലോവർ കേസും ലോവർ കേസിലുള്ളത് അപ്പർ കേസിലേക്കും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓപ്ഷനാണ് ടോഗിൾ കേസ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ആഡിങ് ആൻഡ് റിമൂവിങ് നമ്പേഴ്സ് ആൻഡ് ബുള്ളറ്റ്സ്. നമ്മൾ ലിസ്റ്റുകളൊക്കെ റെഡിയാക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്പർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ബുള്ളറ്റ്സ് യൂസ് ചെയ്തിട്ടോ ഒക്കെയാണ് നമ്മൾ ലിസ്റ്റ് റെഡിയാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് നമ്പേഴ്സ് ആൻഡ് ബുള്ളറ്റ്സ്. അപ്പോൾ മെനി ടൈംസ് യു റിക്വയർ പ്രസൻറ്റിംഗ് സം ഓഫ് ദി ടെക്സ്റ്റ് ഇൻ ബുള്ളറ്റ് പോയിന്റ്സ് ഓർ ഇൻ നമ്പർ ഫോം. റൈറ്റിംഗ് ദി ടെക്സ്റ്റ് ഇൻ ദി ബുള്ളറ്റഡ് ഓർ നമ്പർ ഫോം improves the presentation of your content in document. MS Word allows you to add bullets or numbers to the text. To add numbers to specific paragraph, select Home tab പാരഗ്രാഫ് റിബൺ. അതായത് ഹോം ടാബിലെ പാരഗ്രാഫ് റിബൺ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ബുള്ളറ്റ് ആണോ നമ്പറിംഗ് ആണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് നമ്മൾക്ക് എന്ത് ചെയ്ത് വരും, ബുള്ളറ്റാണ് സെലക്ട് ചെയ്തതെങ്കിൽ ബുള്ളറ്റ് റൗണ്ട് ഷേപ്പിലാണോ അല്ലെങ്കിൽ എന്താ പറയുക സ്ക്വയറിലാണോ എന്നൊക്കെ ടൈപ്പ് വരും. അത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റിലാണ് വരിക. നമ്പറിംഗ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ റോമൻ നമ്പേഴ്സും അവൈലബിൾ ആണ്, അതുപോലെ 1 2 3 നമ്പേഴ്സും അവൈലബിൾ ആണ്, ABCD അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്പേഴ്സ് ആൻഡ് ബുള്ളറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കുള്ളത് റിമൂവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇൻഡൻറ്റിങ് ആണ്. ഇൻഡൻറ്റിങ് അതായത് നമ്മുടെ പാരഗ്രാഫ് ഒരു ലൈൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇൻഡൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പാരഗ്രാഫ് ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ ഇൻഡൻറ്റിങ് സെലക്ട് ചെയ്യുക. അതായത് നമ്മുടെ ഇൻഡൻറ്റിങ് പാരഗ്രാഫാണ് 10.22 ഫിഗർ 10.22 കാണിച്ചിട്ടുള്ളത്. ദ ഡയലോഗ് ബോക്സ് ഹാസ് ഷോൺ അബോ പ്രൊവൈഡ്സ് യു വിൽ വിത്ത് ദി നെസസറി ഓപ്ഷൻ ത്രൂ വിച്ച് യു ക്യാൻ സെറ്റ് ദി ലെഫ്റ്റ് ഓർ റൈറ്റ് ഇൻഡൻസ്. യു ക്യാൻ ഓൾസോ സെറ്റ് ദി ഇൻഡൻസ് ബൈ ഡ്രാഗിങ് ദി ഇൻഡൻ മാർക്കർ അവൈലബിൾ ഓൺ ദി റൂളറിലുള്ള ഇൻഡൻ മാർക്കർ ഡ്രാഗ് ചെയ്തിട്ടും നമുക്ക് ഇൻഡൻറ്റ് കൊടുക്കാം. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ നമുക്ക് ഡിഗ്രീസ് ചെയ്തിട്ടും ഇൻക്രീസ് ചെയ്തിട്ടും ഡിഗ്രീസ് ചെയ്തിട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എവിടെ തൊട്ട് അതായത് ബോർഡർ തൊട്ട് എന്താ പറയുക, രണ്ട് ബോർഡറിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡൻറ്റ് യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഡോക്യുമെൻ്റ് എത്രത്തിലാണ് അപ്പിയറൻസ് ആവേണ്ടത് എന്നുള്ളത് നമുക്ക് ആ ഒരു ഇൻഡൻറ്റിലൂടെ തീരുമാനിക്കാം. ഓക്കെ. നെക്സ്റ്റ് വൺ മാർജിനാണ്. ദി മാർജിൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എനി ഡോക്യുമെൻറ്റ്. MS Word by default set the margin for the document. However, you can also set margin using the ruler bar or else it can be adjusted using the margin boundaries by clicking and dragging in shown 10.23 കാണുന്ന പോലെ മാർജിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ മാർജിൻ നമുക്ക് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അത് ആ റൂളറിനെ നമ്മൾ നീക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർജിൻസ് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് മാർജിന് അല്ലാതെ നമ്മുടെ പേജ് ലേഔട്ടിലെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ പോയാലും നമുക്ക് മാർജിൻസ് അവൈലബിൾ ആണ്. അതിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതിൽ ടോപ്പ്, ബോട്ടം, ഇൻസൈഡ്, ഔട്ട്സൈഡ് മാർജിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ മാർജിൻസ് സെറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ആ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദി ഡോക്യുമെൻറ്റിലോ അല്ലെങ്കിൽ ഹോൾ ഡോക്യുമെൻറ്റിലോ മാർജിൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഹെഡർ ഫൂട്ടറാണ്. ഹെഡർ ഫൂട്ടർ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഡോക്യുമെൻറ്റ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഒരു ഡോക്യുമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, താഴെ 191 എന്ന് പറഞ്ഞിട്ട് നമ്പർ നെയിം കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. മേലെ https:/www.ignoassignmentguru.com എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെ കൊടുത്തിട്ടുള്ളത് ഹെഡറും താഴെ കൊടുത്തിട്ടുള്ളത് ഫൂട്ടറുമാണ്. അപ്പോൾ എല്ലാ പേജിലും ഒരേ
ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡറും ഫൂട്ടറും സെലക്ട് ചെയ്യുന്നത്. സംടൈം യു ഫൈൻഡ് എ സിറ്റുവേഷൻ വെർ യു ഹാവ് ടു പുട്ട് സം കോമൺ ടെക്സ്റ്റ് ആസ് എ ഹെഡിങ് ആൻഡ് വിച്ച് ഷുഡ് അപ്പിയർ അറ്റ് ദി ടോപ്പ് ഓഫ് ഈച്ച് പേജ് ഓഫ് ഡോക്യുമെൻറ്റ് ഓർ എ കോമൺ ടെക്സ്റ്റ് വിച്ച് ഷുഡ് അപ്പിയർ ടു ദി ബോട്ടം ഓഫ് ദി പേജ് ത്രൂ ഔട്ട് ദി ഡോക്യുമെൻറ്റ്. അപ്പോൾ അതായത് ആ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാ പേജിലും കോമൺ ആയിട്ട് നമുക്ക് എല്ലാ പേജിലും കാണാൻ വേണ്ടി മേലെയും താഴെയും കാണാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഇറ്റ്സ് യൂസ്ഡ് വെരി എക്സ്റ്റെൻസീവ്ലി വൈൽ പ്രിപ്പയറിംഗ് ദി ഡോക്യുമെൻറ്റ്. ദി ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ ക്യാൻ ബി അപ്ലൈഡ് ബൈ ക്ലിക്കിംഗ് ഓൺ ദി ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ. അതായത് ഇൻസേർട്ട് ടാബിനകത്ത് ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമുക്ക് എന്താണോ നമുക്ക് ഹെഡറായിട്ട് കൊടുക്കേണ്ടത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫൂട്ടറും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്പെൽ ചെക്കിംഗ് ദി ഡോക്യുമെൻ്റ്. അതായത് നമ്മുടെ MS വേർഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടൂളാണ് സ്പെൽ ചെക്കിങ്. അതായത് നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനും അതുപോലെ ആ വേർഡ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണ് സ്പെൽ ചെക്കിങ്. ദി സ്പെല്ലിംഗ് ആർ ചെക്ക്ഡ് ബൈ റെഫറിങ് ദി മെയിൻ ഡിക്ഷണറി ഓഫ് ദി MS വേർഡിൻ്റെ മെയിൻ ഡിക്ഷണറി റെഫർ ചെയ്തിട്ടാണ് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ കസ്റ്റം ഡിക്ഷണറി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദി സ്പെൽ ചെക്ക് ടൂൾ ക്യാൻ ബി ഇൻവോക്ഡ് ബൈ ക്ലിക്കിംഗ് ഓൺ ദി സ്പെൽ ചെക്ക് ടൂൾ അവൈലബിൾ ഇൻ ദി പ്രൂഫിംഗ് ഗ്രൂപ്പ് ഓഫ് റിവ്യൂ ടാബ്. റിവ്യൂ ടാബിലെ പ്രൂഫിംഗ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെൽ ചെക്ക് ടൂൾ അവൈലബിൾ ആണ്. അതുപോലെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടൂൾ ഓവർ സീ ദി ഹോൾ ഡോക്യുമെൻറ്റ് ആൻഡ് ഡിസ്പ്ലേസ് വിത്ത് ഡയലോഗ് ബോക്സ് വെനെവർ എനി എറർ ഈസ് ഫൗണ്ട്. അതുപോലെ നമ്മുടെ ഹോൾ ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ നമുക്ക് ഡയലോഗ് ബോക്സിൽ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. The tools also provides you with suggestion to correct the words in the suggest box for the words are not found in main dictionary of MS Word. അതായത് MS Wordൻ്റെ മെയിൻ ഡിക്ഷണറിയിൽ ആ ഒരു വേർഡ് മിസ്റ്റേക്ക് ഉള്ളത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യും, സജഷൻ തരും. അപ്പോൾ നമുക്കത് എന്താണ് ചേഞ്ച് ആവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിങ് ടാബിൾസ് ആണ്. നമ്മൾ ഡോക്യുമെൻറ്റിനകത്ത് ടാബിൾസ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇനി പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിനകത്ത് ടാബിൾ ഓപ്ഷൻ ഉണ്ട്, അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡോക്യുമെൻറ്റിനകത്ത് ടാബിൾ ക്രിയേറ്റ് ആവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ടാബിൾ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഗറിൽ കാണുന്ന പോലെ ടാബിൾ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും എത്ര കോളമാണ് എത്ര റോ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കോളവും അതുപോലെ റോയുള്ള ഒരു ടാബിൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമുക്ക് അവൈലബിൾ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും എത്ര കോളം വേണോ എത്ര റോ വേണം അത് മുഴുവൻ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴ്സറിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ കിടക്കുന്നത് അവിടെ നമ്മളെ ടാബിൾ ക്രിയേറ്റ് ആയി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എത്ര കോളം വേണം എത്ര ഇൻസേർട്ട് ടാബിൾ അടിച്ചു കഴിഞ്ഞാൽ താഴെ കാണുന്ന പോലെ ഫിഗർ 10.29 കാണുന്ന പോലുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ് വരിക. അതിൽ നിന്ന് നമുക്ക് എത്ര നമ്പർ ഓഫ് കോളംസ് നമ്പർ ഓഫ് റോസ് അടിച്ചു കഴിഞ്ഞാൽ അത്രയും കോളവും റോയ്സും ഉള്ള ഒരു ടാബിൾ നമ്മുടെ കഴ്സർ ലൊക്കേഷനിൽ ക്രിയേറ്റ് ആയിട്ട് വന്നോളും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എൻ്ററിങ് ടെക്സ്റ്റ് ഇൻ ടു ടാബിളിൻ്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വൺസ് യു ക്രിയേറ്റ് എ ടാബിൾ യു ക്യാൻ എൻ്റർ ദി ഡിസൈഡ് ടെക്സ്റ്റ് ഇൻ ദി സെൽ. ദി ടാബ് ബട്ടൺ ഇൻ ദി കീബോർഡ് ക്യാൻ ബി യൂസ്ഡ് ടു മൂവ് യുവർ കഴ്സർ ഫ്രം വൺ സെൽ ടു അനദർ. അതായത് ടാബിളാകുമ്പോൾ ഒരുപാട് സെല്ലുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കീബോർഡിലെ ടാബ് ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, മൗസ് പിടിച്ചിട്ട് ടാബിളിൻ്റെ അകത്ത് ഏത് സെല്ലിലാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വരുന്നത് ആഡ് റോ ഓർ കോളം ടു എ ടാബ്. അപ്പോൾ നമ്മൾ ടാബിൾ ചെയ്തു വന്നപ്പോൾ അത്രയും റോയും കോളംസും പോരാ നമുക്ക് എങ്കിൽ നമുക്ക് എന്താണ്
അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയതായിട്ടുള്ള റോസും കോളംസും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. യു ക്യാൻ ആഡ് കോളംസ് ആൻഡ് റോസ് ഇൻ ദ ടേബിൾ യു ഹാവ് ക്രിയേറ്റഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിളിൽ നമുക്ക് പുതിയതായിട്ടുള്ള റോസും കോളംസും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ ടൂൾ ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. യു ക്യാൻ ഇൻസേർട്ട് എബോ ഓർ ഇൻസേർട്ട് ബിലോ ടു ദി ആഡ് എ റോ എബോ ഓർ ബിലോ ഫ്രം ദി സെലക്ടഡ് റോ ഓപ്ഷൻ ലൈക്ക് കോളംസ് ക്യാൻ ബി ആഡഡ് ടു ദി ലെഫ്റ്റ് ഓർ റൈറ്റ് ടു ദി കറൻ്റ്ലി സെലക്ടഡ് കോളം. അപ്പോൾ നമുക്കൊരു റോ ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളൊരു ലാസ്റ്റ് റോ എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് ആ റോ സെലക്ട് ചെയ്യുക. അതിൻ്റെ ബിലോ ഓർ എബോ നമുക്ക് റോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ കോളമാണെങ്കിൽ ലെഫ്റ്റിലാണ് നമ്മൾ സെലക്ട് ചെയ്ത കോളത്തിൻ്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ പുതിയ കോളം വരേണ്ടതെന്ന് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കോളവും അവൈലബിൾ ആക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിലീറ്റിംഗ് റോസ് ആൻഡ് കോളംസ്. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിളിൻ്റെ കോളംസും റോസും കൂടുതലാണെന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ നമുക്കത് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ കോളം അല്ലെങ്കിൽ ഏത് റോ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ റോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് സെല്ല് അടിച്ചു കഴിഞ്ഞാൽ, അതായത് ടേബിൾ ഗ്രൂപ്പിൽ ഡിലീറ്റ് റോ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിലീറ്റ് കോളം ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള റോ ഓർ കോളം ഇപ്പോഴും ഡിലീറ്റ് ആയിക്കോളും. ഓക്കെ, അടുത്തത് ഗ്രാഫിക്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ഷേപ്സ്. നമ്മൾ ഇന്നലെ പറഞ്ഞ 9th ചാപ്റ്ററിൽ പറഞ്ഞതാണ്. MS Word provides with the option is to insert shapes in your document. You can easily draw different shapes in using the built-in block shape like line, arrow, circle, etc. ഇതുപോലുള്ള ഒരുപാട് ഷേപ്സ് ഫിഗർ 10.30 നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ഷേപ്സ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ഷേപ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡോക്യുമെൻറ്റിലോട്ട് ഡ്രോ ചെയ്യാം, ആഡ് ചെയ്യാം. ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ബ്ലോക്ക് ഡയഗ്രമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് ഷേപ്സ് യൂസ് ചെയ്യൂലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്സ് എന്നിട്ടുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ക്ലിക്ക് ഓൺ ദി ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പ് അവൈലബിൾ ഇൻ ദി ഇൻസേർട്ട് ടാബ് ടു ആക്സസ് ഡിഫറെൻറ്റ് ഷേപ്സ്. യു ക്യാൻ സെലക്ട് എനി ഷേപ്പ് യു വാണ്ട് ടു യൂസ്. നൗ യു ക്യാൻ ക്ലിക്ക് ഇൻ യുവർ ഡോക്യുമെൻറ്റ് ടു ഗെറ്റ് ദി ഷേപ്പ് ദ. നമ്മൾ ഷേപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിൽ അത് എവിടെയാണോ വരേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് അവിടെ നമുക്ക് അവൈലബിൾ ആക്കാം. പിന്നെ വരുന്നതാണ് ഇൻസേർട്ട് ടെക്സ്റ്റ് ടു ഷേപ്പ്. ഷേപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഷേപ്പ് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കർസർ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് റൈറ്റിംഗ് നമുക്ക് എഴുതാൻ തുടങ്ങാം. അതുപോലെ ഫോർമാറ്റ് ഷേപ്സ് നമ്മളെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷേപ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി adds a new tab called drawing tool whenever you start working with the shapes which helps you format the shapes as per your need. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഷേപ്സ് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്രോയിങ് ടൂൾ യൂസ് ചെയ്തിട്ട് അതും ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, യു ക്യാൻ സെലക്ട് ദി ഷേപ്പ് ഫോർ വിച്ച് യു വാണ്ട് ടു അപ്ലൈ ഡിഫറെൻറ്റ് ഫോർമാറ്റ് ലൈൻ. യു ക്യാൻ ആക്സസ് ദി ഡ്രോയിങ് ടൂൾ ടു അപ്ലൈ ദി സ്റ്റൈൽ. യു ക്യാൻ ക്ലിക്ക് ദി മോർ ടു എക്സ്പ്ലോർ മോർ സ്റ്റൈൽസ്. നമുക്ക് ഒരുപാട് ഡ്രോയിങ് ടൂളിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഇനി ഷേപ്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇഫ് യു വാണ്ട് ടു ഡിലീറ്റ് ദി ഷേപ്പ് ഫ്രം യുവർ ഡോക്യുമെൻറ്റ് യു ജസ്റ്റ് നീഡ് ടു സെലക്ട് ദി ഷേപ്പ് വിച്ച് യു വാണ്ട് ടു ഡിലീറ്റ് ആൻഡ് പ്രസ് ഡിലീറ്റ് ബട്ടൺ ഫ്രം യുവർ കീബോർഡിൽ നിന്ന് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് സെലക്ട് ചെയ്ത ഷേപ്പ് ഡിലീറ്റ് ആയി പോയിക്കോളും. അതുപോലെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സസ് അലോസ് യു ടു റൈറ്റ് ദി ടെക്സ്റ്റ് എനി വോ ഇൻ ദി ഫയലിൽ എവിടെയെങ്കിലും ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് ബോക്സ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളത് വേർഡ് ആർട്ടാണ്. വേർഡ് ആർട്ട് ഫീച്ചേഴ്സ് ഓഫ് MS Word ഈസ് ബേസിക്കലി യൂസ്ഡ് ടു ബ്യൂട്ടിഫൈ യുവർ ടെക്സ്റ്റ്. നമ്മുടെ ടെക്സ്റ്റ് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർഡ് ആർട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വേർഡ് ആർട്ട് ഓപ്ഷൻസ്
യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് വേസിൽ നമ്മളുടെ ടെക്സ്റ്റ് എഴുതാൻ വേണ്ടി പറ്റും. വൺസ് യു ഹാവ് ക്രിയേറ്റഡ് ദി വേർഡ് ആർട്ട് യു ക്യാൻ എഡിറ്റ് ഇസ് ഓൾസോ വെറെവർ റിക്വയർഡ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നമ്മളൊരു വട്ടം എഴുതി കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യണമെന്ന് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. The word art can be inserted using the following steps. Click the word art available in the insert tab. Access the drop down. You can select any of the word art style of your choice. Once you have selected the text, a text box will appear asking you for the text which you want to write in your word art style. അതായത് നമ്മൾ വേർഡ് ആർട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇൻസേർട്ട് ടാബിൽ വേർഡ് ആർട്ട് ഐക്കൺ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് ആർട്ട് ചോയ്സ് വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ടെക്സ്റ്റാണോ നമുക്ക് ആ ഒരു സ്റ്റൈലിൽ വരേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻസേർട്ടിങ് പിക്ചേഴ്സാണ്. പിക്ചേഴ്സ് ആൻഡ് ക്ലിപ്പ് ആർട്ടാണ്. അത് നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റും. ക്ലിപ്പ് ആർട്ട് പെയിൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് ക്ലിപ്പ് ആർട്സ് സെലക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡോക്യുമെൻറ്റിൽ അത് അവൈലബിൾ ആണ്. ഇൻസേർട്ട് ക്ലിപ്പ് ആർട്ട്. ടു ഇൻസേർട്ട് ദി ക്ലിപ്പ് ആർട്ട് യു ടു ഫോളോയിങ് സ്റ്റെപ്സ്. ക്ലിക്ക് ഓൺ ദി ക്ലിപ്പ് ആർട്ട് ഐക്കൺ ഇൻ ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പ് അവൈലബിൾ ഇൻ ദി ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബിനകത്താണ് കേട്ടോ ഉണ്ടാവുക. യു വിൽ ഫൈൻഡ് എ ക്ലിപ്പ് ആർട്ട് പെയിൻ വിത്ത് സെർച്ച് ഓപ്ഷൻ ടു അറ്റ് ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് യുവർ സ്ക്രീൻ. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് ആർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്ക്രീനിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പിന്നെ സെർച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ നമ്മുടെ അവിടെ ഏതാണോ ഏത് ഫ്രേസാണോ വേണ്ടത് അത് അവിടെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലിപ്പ് ആർട്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൺ ക്ലിപ്പ് ആർട്ട് സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആർട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻസേർട്ട് പിക്ചർ ഫ്രം ദി വെബിൽ നിന്ന് എങ്ങനെ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാം. യു ക്യാൻ സെർച്ച് യുവർ ഡിസൈഡ് പിക്ചർ ഫ്രം ദി ഇൻ്റർനെറ്റ് ആൻഡ് യൂസ് ദി കോപ്പി ആൻഡ് പേസ്റ്റ് ഓപ്ഷൻ ടു ഗെറ്റ് പേസ്റ്റഡ് ഓൺ യുവർ ഡോക്യുമെൻറ്റ്. നമുക്ക് അവിടെ നിന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മളെ ഡോക്യുമെൻറ്റിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഫയലിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ച പിക്ചറും നമുക്ക് എന്ത് ചെയ്യാം, പിക്ചേഴ്സായിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് അകത്ത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിക്ചർ ഐക്കൺ ഇൻസേർട്ട് ടാബിലെ പിക്ചർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫയലിൽ എവിടെയാണോ നമ്മുടെ പിക്ചർ കിടക്കുന്നത് അത് ബ്രൗസ് ചെയ്തിട്ട് സെലക്ട് ചെയ്താൽ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് അത് ഇൻസേർട്ട് ആയിക്കോളും. ഇനി സൈസിങ് ഗ്രാഫിക്സ് സൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒബ്ജക്റ്റ് ലൈക്ക് പിക്ചറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഷേപ്പ് യുവർ വേർഡ് അറ്റ് നീഡ്സ് ടു സെലക്റ്റഡ് ഫസ്റ്റ്. വൺ സെലക്ഷൻ ദി സൈസ് ഹാൻഡിൽ എ സ്മോൾ സർക്കിൾ വിത്ത് എ ബോൾ വിൽ അപ്പിയർ ഓൺ ദി കോർണേഴ്സ് ഓഫ് ദി ഒബ്ജക്റ്റിൻ്റെ കോർണേഴ്സിൽ ഒരു സ്മോൾ ബോൾ സൈസ് സർക്കിൾ കാണാൻ വേണ്ടി പറ്റും. അത് പിടിച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ, സൈസ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. നെക്സ്റ്റ് ക്രോപ്പിംഗ് എ പിക്ചറാണ്. ഒരു പിക്ചർ ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള പിക്ചർ ക്രോപ്പ് ചെയ്ത് ട്രിം ചെയ്തിട്ട് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രോപ്പിംഗ് എ പിക്ചർ. നമുക്ക് അൺവാണ്ടഡ് ഏരിയ ഒക്കെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് സെലക്ട് പിക്ചർ ബൈ ക്ലിക്കിംഗ് ഓൺ ഇറ്റ്. നമുക്ക് ഏതാണോ ക്രോപ്പ് ചെയ്യേണ്ടത് ആ ഒരു പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഓൺ ദി ക്രോപ്പ് ടൂൾ ഇൻ ദി സൈസ് ഗ്രൂപ്പ് ഫ്രം ദി പിക്ചർ ടാബ്. പിക്ചർ ടാബിലെ സൈസ് ഗ്രൂപ്പിൽ നിന്ന് ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. ദി പിക്ചർ വിൽ ഷോ ദി തിക്ക് ബ്ലാക്ക് ലൈൻ അക്രോസ് ദി എഡ്ജസ് ഓഫ് ദി പിക്ചർ കോൾ ദി ക്രോപ്പ് ഹാൻഡിൽ. അപ്പോൾ ഒരു ക്രോപ്പ് ഹാൻഡിൽ അവൈലബിൾ ആവും. ആ ക്രോപ്പ് ഹാൻഡിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ആഫ്റ്റർ ക്രോപ്പിംഗ് ക്ലിക്ക് എനിവെയർ ഔട്ട്സൈഡ് ദി പിക്ചറിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പിംഗ് എന്താ പോയിട്ടുള്ളൂ, റിമൂവ് ആയി പോവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ, നമ്മുടെ ഇൻഫർമേഷൻ്റെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്. നമ്മുടെ ഇൻഫർമേഷൻസ് നമുക്ക് ഇമേജസ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്. സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ഹെൽപ്സ് യു വിത്ത് ക്വിക്ക് ഇല്ലസ്ട്രേഷൻ ഇൻ ജസ്റ്റ് 2 or 3 സിമ്പിൾ സ്റ്റെപ്സ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ക്യാൻ ബി ചൂസ് ലൈക്ക് ആൻഡ് പ്രോസസ്, ഹൈറാർക്കി, സൈക്കിൾ ഓർ റിലേഷൻഷിപ്പ്. നമ്മൾ സൈക്കിളും പ്രോസസ്സും അതുപോലെ ഹൈറാർക്കിയും ഒക്കെ ആയിട്ട് നമ്മൾ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തൂലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്മാർട്ട് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഈച്ച് കാറ്റഗറി കംപ്രൈസ് ഓഫ് മെനി ലെയേഴ്സ് ഓഫ് ഗ്രാഫിക്സ്. അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്,
യു നീഡ് ടു സെലക്ട് ദി സ്മാർട്ട് ആർട്ട് ടൂൾ ഫ്രം ദി ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പ്. ഇൻ ഇൻസേർട്ട് ടാബിലെ ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിലെ സ്മാർട്ട് ആർട്ട് ടൂൾ യൂസ് ചെയ്യുക. ദെൻ യു വിൽ ചൂസ് എ സ്മാർട്ട് ആർട്ട് ഗ്രൂപ്പ് ഗ്രാഫിക് ഡയലോഗ് ബോക്സ് ടു ചൂസ് ദി ടൈപ്പ് ആൻഡ് ലേഔട്ട് ആസ് പെർ യുവർ നീഡ്. Now you can enter your text by clicking text in the text pane. Copy and paste the text from another location in the text pane. Okay. ഇനി ആഡ് ഓർ ഡിലീറ്റ് ഷേപ്സ് ഇൻ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്. സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് എന്ന് നമ്മുടെ ഷേപ്സ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോളോയിങ് സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്. ക്ലിക്ക് ദി സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ദാറ്റ് യു വാണ്ട് ടു ആഡ് അനദർ ഷേപ്പ് ടു. നമ്മുടെ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്ക് നമുക്ക് മറ്റു ഷേപ്പുകളിലും വരണമെങ്കിൽ മറ്റൊരു ഷേപ്പും കൂടെ നമുക്ക് വരണമെങ്കിൽ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ദി എക്സിസ്റ്റിംഗ് ഷേപ്പ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ക്ലോസസ്റ്റ് ടു ദി വേർ യു വാണ്ട് ടു ആഡ് എ ന്യൂ ഷേപ്പ്. നമുക്ക് ന്യൂ ഷേപ്പ് ആഡ് ചെയ്യേണ്ട ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഉള്ള ഷേപ്പ് എക്സിസ്റ്റിംഗ് ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുക. അണ്ടർ സ്മാർട്ട് ആർട്ട് ടൂൾസ് ഓൺ ദി ഡിസൈൻ ടാബ് ഇൻ ദി ക്രിയേറ്റ് ഗ്രാഫിക് ഗ്രൂപ്പ് ക്ലിക്കിംഗ് ദി ആരോ അണ്ടർ ദി ആഡ് ഷേപ്പ്. ഓക്കെ. ഡു വൺ ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ ആഡ് ഷേപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ആണ് വരിക. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ടു ഇൻസേർട്ട് എ ഷേപ്പ് ആഫ്റ്റർ ദി സെലക്റ്റഡ് ഷേപ്പ് ക്ലിക്ക് ആഡ് ഷേപ്പ് ആഫ്റ്റർ. ടു ഇൻസേർട്ട് എ ഷേപ്പ് ബിഫോർ ദി സെലക്റ്റഡ് ഷേപ്പ് ആഡ് shape before. To select a shape from your smart art graphic click the shape you want to delete and then press delete. ഓക്കെ. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുക. ടു ഡിലീറ്റ് യുവർ എൻ്റെ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ക്ലിക്ക് ദി ബോർഡർ ഓഫ് യുവർ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ആൻഡ് ദെൻ പ്രസ് ഡിലീറ്റ്. നെക്സ്റ്റ് വരുന്നത് ഫോർമാറ്റ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ആണ്. ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ക്ലിക്ക് യുവർ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് അണ്ടർ സ്മാർട്ട് ആർട്ട് ടൂൾ ഓൺ ഡിസൈൻ ടാബ് ഇൻ ദി സ്മാർട്ട് ആർട്ട് സ്റ്റൈൽ ഗ്രൂപ്പ്. സെലക്ട് ദി സ്മാർട്ട് ആർട്ട് സ്റ്റൈൽ യു വിഷ് ടു അപ്ലൈ ടു ആഡ് ലൈൻ സ്റ്റൈൽസ്, bevels or 3D effects. In the smart art style group you can also click change colors to further modify your smart art graphic. Then click the color variation that you want. Okay. അത്രയാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വർക്കിംഗ് വിത്ത് ഗൂഗിൾ ഡോക്സ് ആണ്. ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ് ബേസ്ഡ് ഒരു ഗൂഗിൾ നമ്മുടെ അവരുടെ ഓഫീസ് സ്യൂട്ടിന് അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു വെബ് ബേസ്ഡ് ഫ്രീ വേർഡ് പ്രൊസസ്സറാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് എന്താ പറയുക, ഇറ്റ് ക്യാൻ യൂസ് ടു ഓപ്പൺ ആൻഡ് എഡിറ്റ് മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ്സ്. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ് എഡിറ്റ് ചെയ്യാതെ നമ്മൾ ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് വേർഡ് ഡോക്യുമെൻ്റായിട്ട് നമുക്ക് ഈ ഗൂഗിൾ ഡോക്സിനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് .docs എക്സ്റ്റൻഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ദാറ്റ്സ് നോട്ട് ദി ഓൺലി ഫയൽ ഫോർമാറ്റ്. ഗൂഗിൾ ഡോക്സ് വിൽ ലെറ്റ് യു എക്സ്പോർട്ട്. നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യണം. നമ്മളൊരു ഫയൽ ഫോർമാറ്റായിട്ട് മാത്രം അല്ല, നമുക്ക് എന്തിനെ എക്സ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഗൂഗിൾ ഡോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആണ്, അതുപോലെ ഫ്രീ ആണ് യൂസ് ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് ബ്രൗസർ വെച്ചിട്ട് ഇതൊരു ഇൻ്റർനെറ്റ് ബ്രൗസർ ഡ്രിവൻ ആപ്പാണ്. അതുകൊണ്ട് നമ്മൾ ആപ്പിൽ എന്ത് ചെയ്യണമെന്നില്ല, നമ്മുടെ ഫോണിൽ അത് നമ്മളെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. നമുക്ക് ഓൺലൈനായിട്ടും ഈ ഒരു ഗൂഗിൾ ഡോക്സ് വെച്ചിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും, മൈക്രോസോഫ്റ്റ് പോലെയല്ല, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഏതൊരു ബ്രൗസർ വെച്ചിട്ടും നമ്മൾ ഗൂഗിൾ ഡോക്സിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഗൂഗിൾ ഡോക്സിനെ പോലെ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ക്ലൗഡ് ബേസ്ഡ് സ്യൂട്ട്സ് ആണ് ഷീറ്റ്സ്, സ്ലൈഡ്സ്, പവർ പോയിൻറ്റ്, എക്സൽ എന്നൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷീറ്റ്സും സ്ലൈഡ്സും ഒക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഡോക്സ് ഏതൊരു ഡിവൈസിലും ഏതൊരു പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് എന്ത് മതി, ഒരു വെബ് ബ്രൗസറും അതുപോലെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗൂഗിൾ ഡോക്സ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് പല ഫയൽ ടൈപ്സിൽ നമ്മുടെ ഗൂഗിൾ ഡോക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. .doc, .docs, .txt, .rtf ആൻഡ് .odt. അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫയൽ ഡയറക്റ്റ്ലി ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റും. നമുക്ക് വ്യൂ ചെയ്യാനും അതുപോലെ കൺവേർട്ട് ചെയ്യാനും ഈസിയാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡോക്സ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ വേർഡ് പ്രോസസ്സറാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും മൾട്ടിപ്പിൾ പീപ്പിളിന് സെയിം ടൈമിൽ സെയിം ഡോക്യുമെൻറ്റ് റിവിഷൻസ് ടാക്ക് ചെയ്യാനും അതുപോലെ ചേഞ്ച് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ വേണ്ടി പറ്റുന്ന ഒരു ഓൺലൈൻ വേർഡ് പ്രോസസ്സറാണ് ഡോക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഓൾ ഇൻ റിയൽ ടൈം. അപ്പോൾ നമുക്ക് റിയൽ ടൈമിൽ എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്കും കൂടെ സെയിം ടൈമിൽ ചെയ്യാൻ വേണ്ടി സെയിം ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഗൂഗിൾ ഡോക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ MS വേർഡ് ആൻഡ് ഗൂഗിൾ ഡോക്സ് ആണ്. നമ്മുടെ വേർഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് നമ്മുടെ ഡിവൈസുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് എന്താണ് നമുക്ക് ഡോക്യുമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡിവൈസിനെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഈ വേർഡ് പ്രോസസ്സർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് റൈറ്റ് ചെയ്യാം, ഇലക്ട്രോണിക്കലി അത് സ്റ്റോർ ചെയ്യാം, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം, അതുപോലെ ഇതിനെ പ്രിൻറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. Whereas Google Docs എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ, ഇറ്റ്സ് എ വേർഡ് പ്രോസസ്സർ വിച്ച് ഇൻക്ലൂഡ്സ് എ പാർട്ട് ഓഫ് ഫ്രീ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് ഓഫീസ് സ്യൂട്ട് ഓഫേർഡ് ബൈ ഗൂഗിൾ വിത്തിൻസ് ഗൂഗിൾ ഡ്രൈവ് സർവീസ്. ഗൂഗിൾ ഡ്രൈവ് സർവീസ് യൂസ് ചെയ്തിട്ട് ഗൂഗിൾ ഓഫർ ചെയ്യുന്ന ഒരു ഓഫീസ് സ്യൂട്ടാണ് എന്ത് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത്. ദിസ് സർവീസ് ഓൾസോ ഇൻക്ലൂഡ്സ് ഗൂഗിൾ ഷീറ്റ്സ് വിച്ച് ആർ ഡിസ്കസിങ്. നമുക്ക് ഗൂഗിൾ ഷീറ്റ് പറയുന്നുണ്ട്, അത് നമുക്ക് വരും ചാപ്റ്ററുകളിൽ നോക്കാം കേട്ടോ. അതുപോലെ ഗൂഗിൾ സ്ലൈഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് യൂണിറ്റ് 13 പറയുന്നത്. The app is compatible with Microsoft Office file format. Microsoft Word has been around longer than Google Docs and remain exponentially popular today. അപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ഡോക്സിനേക്കാളും ലോങ്ങർ ആണെങ്കിലും എന്താണ് ഇന്നും ഗൂഗിൾ ഡോക്സും എന്താണ് പോപ്പുലറായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. മില്യൺസ് ഓഫ് ഇൻഡിവിജ്വൽസ് യൂസേഴ്സ് ആൻഡ് കമ്പനീസ് സ്റ്റിൽ പേ ബിഗ് മണി ടു യൂസ് വേർഡ്. സോ ഹൗ ഡു ഗൂഗിൾ ഡോക്സ് ആൻഡ് വേർഡ് കമ്പയർ? അപ്പോൾ നമുക്ക് എങ്ങനെ ഗൂഗിൾ ഡോക്സും വേർഡും കമ്പയർ ചെയ്യാൻ പറ്റും? അപ്പോൾ അതിനുള്ള കമ്പാരിസൺ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഗൂഗിൾ ഡോക്സ് എ ഫ്രീ വിത്ത് എ ഗൂഗിൾ അക്കൗണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് മസ്റ്റ് ബി പർച്ചേസ്ഡ് ആസ് പാർട്ട് ഓഫ് എ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ് വിച്ച് ഇൻക്ലൂഡ് അതർ മൈക്രോസോഫ്റ്റ് പ്രൊഡക്ട്സ് സച്ച് ആസ് പവർ പോയിൻറ്റ്, എക്സൽ ആൻഡ് ഔട്ട്ലുക്ക്. ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്, വെബ് ബേസ്ഡ് ആണ്, ഫ്രീ ആണ്, ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാം. എന്നാൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് MS ഓഫീസ് പാക്കേജ് എൻ്റെ ഒരു പാർട്ടാണ്. അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പാക്കേജ് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പം മറ്റ് പ്രൊഡക്ട്സുകളൂടെ, അതായത് പവർ പോയിൻറ്റ്, എക്സൽ, ഔട്ട്ലുക്ക് ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. Second one, the home and business package run from $69.99 $69.99 മുതൽ $150 വരെയാണ് ഫോർ ആനുവൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഗൂഗിൾ ഡോക്സിനാണെങ്കിലോ ഇൻ അതർ ഹാൻഡ് അലോ യു ടു കൊളാബറേറ്റ് വിത്ത് എനി നമ്പർ ഓഫ് പീപ്പിൾ എനിവേർ ഇൻ ദി വേൾഡ് ഫോർ ഫ്രീ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എത്ര ആൾക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്നത്. Last comparison, another differentiating factor is that the Google Docs, all of your work is saved to the cloud. ഗൂഗിൾ ഡോക്സ് എന്താണ്, നമ്മുടെ എല്ലാ വർക്കുകളും എവിടെയാണ് സേവ് ചെയ്ത് വെക്കുന്നത്? ക്ലൗഡിനകത്താണ് സേവ് ചെയ്ത് വെക്കുന്നത്. ദാറ്റ് മീൻസ് യു വോണ്ട് ലോസ് യുവർ 20-page report even if your laptop cracks. With Microsoft Word, your document live in your computer. Your co-workers cannot check them out unless you save and share them via email or the ലൈക്ക്. അപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെത് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്താണ് സേവ് ചെയ്ത് കമ്പ്യൂട്ടറിനകത്ത് ജീവിച്ചിരിക്കുന്ന ഡോക്യുമെൻ്റാണ് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റേത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ചെക്ക് ദം ഔട്ട് പുറത്തുനിന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അൺലെസ് യു സേവ് ആൻഡ് ഷെയർ ദം വയ ഇമെയിൽ ഓർ ദി ലൈക്ക്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സേവ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഓക്കെ പറ്റില്ല. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം.